പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല അനുഗ്രഹമേറിയ സമയത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. 2024 കർത്താവ് വുമൺസ് മീറ്റിംഗിടെ കർത്താവ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് പകൽ സമയം ഞങ്ങൾക്ക് കൂടിയൊരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച നല്ല കൃപയ്ക്ക് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിന്മേലും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടണം. കർത്താവെ, ദൈവജനത്തെ കൂട്ടിവരുത്തുമാറാകണമേ. കടന്നു വന്ന ദൈവജനങ്ങൾ വിടുവിക്കപ്പെടണം. കർത്താവെ, ഇന്ന് പകൽ സമയം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു ദിനമാക്കി മാറ്റണം. ഈ വർഷത്തിൻ്റെ ആരംഭം കണ്ട ഞങ്ങൾക്ക് അവസാന മാസത്തിലേക്കും കാണുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തു. കർത്താവേ, ഒരു വർഷക്കാലമുള്ള സഹോദരിമാരുടെ മീറ്റിംഗ് നടത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. അതിൻ്റെ നന്ദി സൂചകമായി ഇന്ന് പകൽ സമയം ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ, ദൈവമേ, ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസിയെ നീ ബലപ്പെടുത്തുമാറാകണമേ. ആത്മാവിൽ ദൈവവചനങ്ങളെ ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ, കർത്താവ് ആഴത്തിൽ കൊടുക്കുന്ന ദൈവസത്യങ്ങൾ, പറ്റിയും വലിച്ചുമായ ദൈവദൂതുകൾ തന്റെ ദാസിയുടെ ആദരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ജനം വിടുവിക്കപ്പെടണം. കർത്താവേ, ഹല്ലേലൂയ, വേദനയോടും പ്രയാസത്തോടും ദുഃഖത്തോടൊക്കെ ആയിരിക്കുന്ന തന്റെ ജനം ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട്, മകിഴ്ചയോടെ കടന്നു പോകുവാൻ ദൈവം സഹായിക്കണം. വർഷിപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ആശീർവദിക്കണം. ആത്മബലത്തോടുകൂടെ, അഭിഷേകത്തോടുകൂടെ കർത്താവിനെ ആരാധിപ്പാൻ, ദൈവജനത്തെ ആരാധനയ്ക്ക് ഉത്സാഹം കാണിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ജനമാഴമായ ദൈവത്തെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ജനങ്ങളെ കർത്താവ് കൂട്ടിവരുത്തി ദൈവമേ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തണം. കർത്താവ് സകല കാര്യങ്ങളും അപ്പന്റെ പൊന്നുകരങ്ങളെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ദൈവസാന്നിധ്യം മറവ് ഞങ്ങളെ മറച്ചാട്ടെ. ഞങ്ങളുടെ പൊന്നുകരങ്ങളെ സകല വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനാ സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. അസൈവാടൂ ആവിയേ തൂമേയിൻ ആവിയേ അസൈവാടൂ ആവിയേ തൂമേയിൻ ആവിയേ ഇടമസയ്യാ ഉള്ളം നിരമ്പാ ഇറങ്ങി വാരുമേ ഇടമസയ്യാ ഉള്ളം നിരമ്പ ഇറങ്ങി വാരുമേ. ഓ തുടത്തിടുമേ കണ്ണിലെല്ലാം കിരുബായി പോൻകാലത്താ My
ജയങ്ങളോ തുടത്തിടുമേ കണ്ണീരല്ലോ ഇരുവയിൻ പോൻകാരത്താ തുടത്തിടുമേ കണ്ണീരല്ലോ ഇരുവയിൻ പോൻകാരത്താ നിറത്തിടുമേ ആനന്ദത്താൽ മகிழ்வுடன் துதித்திடவே നിറത്തിടുമേ ആനന്ദത്താൽ മகிழ்வுடன் துதித்திடுவே ഓ അസൈവാടും ആവിயின் தூய்மையின் ஆவியே அசைவாடும் ஆவியின் தூய்மையின் ஆவியே இடமசைய உள்ளம் நிரம்ப இறங்கி வாருப்பா இடமசைய உள்ளம் நிரம்ப ദൈവസാന്നിധ്യത്തിൽ നമുക്ക് ഇരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളുടെ മുമ്പാകെ ജീവനുള്ള സാക്ഷിയാൽ നിൽപ്പാതക്കവണ്ണം ദൈവം സഹായിച്ച് നല്ല കൃപയ്ക്ക് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവങ്ങളെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും മക്കൾ വളരെ സന്തോഷത്തോടെ കടന്നു വന്നല്ലോ. ദൈവദാസന്റെ വാക്ക് മാനിച്ചുകൊണ്ട് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ആരാധനകളും എല്ലാം ദൈവവചനങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രയോജനമായി തീരട്ടെ. നമുക്കറിയാലോ 2024 സഹോദരിമാരുടെ മീറ്റിംഗിൻ്റെ വാർഷികമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദൈവമക്കൾക്കും ഹല്ലേലൂയ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ച എല്ലാ ദൈവമക്കളെ ഞാൻ ഒന്നുകൂടെ ഹല്ലേലൂയ നന്ദി പറയുകയാണ്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ ഒരു വിശ്വാസമാണ് എൻ്റെ കർത്താവിന് ആവശ്യം. ഇന്നും ഞാൻ അത്ഭുതത്തെ കാണും. ഇന്നലത്തെ കാര്യമല്ല, നാളത്തെ കാര്യമല്ല, ഇന്ന് ഹല്ലേലൂയ ഇന്ന് ഞാൻ അത്ഭുതം കാണും. ഈ കഴിഞ്ഞ മിനിറ്റ് വരെ ഞാൻ അനുഭവിച്ച ചില വേദനകൾ, ചില പ്രയാസങ്ങൾ എൻ ജീവിതത്തിൽ നിന്ന്, എൻ വാഴ്ക്കയിൽ നിന്ന് ദൈവം മാറ്റും. ഒരു സഹോദരിമാരുടെ മീറ്റിംഗിന്റെ ആനിവേഴ്സറി നടത്തി എന്ന് പറഞ്ഞ് പ്രകർഷിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. യഹോവയുടെ നാമം മഹത്വപ്പെടണം. ഒരുവന്റെ ജീവിതത്തെങ്കിലും ഇത് വിലയേറിയതായി മാറണം. ഒരുവന്റെ വാഴ്ക്കയിലും ഒരു മാറ്റം പരിശുദ്ധാത്മാവ് ചെയ്യണം. സമയത്തെ ഞാൻ വലിച്ചഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത പ്രോഗ്രാം വെൽക്കം സ്പീച്ചാണ്. അതിനുവേണ്ടി പ്രിയ വാത്സല്യ ആൻറ്റി, ലളിത ഫൈ ടീച്ചർ. கர்த்தருடைய பரிசுத்த நாமத்துக்கு ஸ்தோத்திரம். இந்த முதலாவதாக நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவுக்கு 3 அல்லேலியா சொல்லி இந்த வரவேற்பை தொடங்க இருக்கிறேன். அல்லேலியா அல்லேலியா அல்லேலியா. நான் ஆராய்ந்து முடியாத பெரிய காரியங்களையும் எண்ணி முடியாத அதிசயங்களையும் அவர் செய்கிறார். இங்கு தலைமை தாங்கி இருக்கும் தலைவர் அவர்கள், நம்முடைய பாஸ்டர் அம்மா அவர்கள் கடந்த நாட்களிலே எவ்வளவோ வேதனைகள், பாடுகள், கண்ணீர்கள் எல்லாம் நாம் அறிந்த காரியங்கள். அதன் மத்தியிலேயும் வசனம் என்றும் பட்டயத்தை அவர்கள் உறுதியாய் எடுத்துக்கொண்டு வாக்குத்தத்தங்களை பிடித்து கொண்டு அவர்கள் திட காத்திரமாய் கர்த்தருடைய முகத்தை இயேசுவே என்று கூப்பிட்டு அவர்கள் உறுதியாய் நின்றபடியினால் நாங்களும் உறுதியோடு இந்த நாளிலே நான் இவ்வளவு கூட்டமாய் கூடி என் தேவாதி தேவனை ஆராதிக்க வந்திருக்கிறோம். அப்படியே அவர்கள் எங்களுக்கு போதுமானவராக நல்ல ஆலோசனை தருகிறவர்களாக எங்கள் பாஸ்டர் அம்மா இருக்கிறார்கள். அவர்களை தலைமை தாங்கி இருக்கும் அவர்களை வருக வருக என்று வரவேற்று கொள்ளுகிறேன். இரண்டாவதாக இந்த சிறப்பு விருந்தினராக வந்திருக்கும் கர்த்தருடைய தாசி அவர்களை நல்ல போஜனத்தை
ஆத்மீக போஜனத்தை அவர்கள் நமக்கு தர இருக்கிறார்கள். நெடுந்தூரம் பிரயாணம் பண்ணி அவர்கள் குடும்பமாக இந்த இடத்துல வந்திருக்கிறார்கள். கர்த்தருடைய தாசியையும் வருக வருக என்று வரவேற்றுக் கொள்ளுகிறேன். அடுத்தபடியாக எங்களுக்கு இந்த கூட்டத்துக்கெல்லாம் எங்கள் பொறுப்புணர்ச்சியோடு நின்று எங்கள் சபை பாஸ்டருக்கும் நான் நன்றி கூறி அவரையும் வரவேற்றுக் கொள்ளுகிறேன். இந்த காரியங்களிலெல்லாம் எங்கள் சகோதரிகள் முன்னின்று பாஸ்டர் அம்மாவுக்கு துணையாக தோள் கொடுத்து காரியங்களை பொறுப்புடன் நடத்துகிற எங்கள் சகோதரிகளுக்கு இயேசு கிறிஸ்து நாமத்தினாலே அவர்களையும் வரவேற்றுக் கொள்ளுகிறேன். இந்த கூட்டத்தை எங்கள் பெண்கள் கூட்டமாக அநேகர் வந்து அநேக ஆசீர்வாதங்களை இந்நாட்களிலே பெற்று கொண்டிருக்கிறார்கள். ஜெபம் அவர்கள் வசனத்தை எடுத்து தீர்க்க தரிசனமாக கர்த்தர் யாரோடு பேசுகிறாரோ அவர்களை தோளில் வந்து சொல்லி அந்த வாக்கு தத்தங்கள் ஒவ்வொருவருக்கும் அதை நிறைவேறி கொண்டிருக்கிறது. மிகுந்த ஆத்மபாரம் உள்ளவர்கள் நாங்கள் சகோதரிகளாக ஒவ்வொருவரும் கூடியந்து எங்களை ஜெபத்திலும் வேத வசனத்திலும் அதிகமாக வழி நடத்தி வருகிறார்கள். எங்கள் பெண்கள் கூட்டத்தில் பெண்களாக வந்திருக்கிற ஒவ்வொருவருக்கும் என் நன்றியை தெரிவித்துக்கொள்ள வாழ்த்தி வரவேற்கிறேன். சபை மக்களாக சிறியோர் முதல் பெரியோர் வரையிலும் வருகை தந்திருக்கிற எல்லாரையும் வாழ்த்தி வரவேற்கிறேன். നന്ദി വണക്കം. താങ്ക് യു ആൻറ്റി. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വെൽക്കം സ്പീച്ച് പറയപ്പെട്ട പ്രിയ ആൻറ്റിയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ചേർന്ന് ഒരു കരം അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്തതായി നമ്മുടെ മൺസ് മീറ്റിംഗിന്റെ റിപ്പോർട്ട് വായനയാണ്. അതിനുവേണ്ടി നമ്മുടെ മൺസ് മീറ്റിംഗിന്റെ സെക്രട്ടറി ആകുന്ന സിസ്റ്റർ ഷീജയെ ക്ഷണിക്കുന്നു. கர்த்தருடைய பரிசுத்த நாமம் மையப்படுவதாக. 2024 ஆண்டு ஸ்ரீகள் கூட்டத்தின் ஆண்டறிக்கை. கர்த்தருக்கு பயப்படுகிற ஸ்ரீயே புகழப்படுவாள். நீதிமொழிகள் 31:30. கிறிஸ்துவுக்குள் பிரியமானவர்களே, 2024 ஆண்டின் ரகோபோத் சபையின் ஸ்ரீகள் கூட்டமானது மார்ச் 27 தொடங்கப்பட்டது. அன்றைக்கு தேவ செய்தியாக சிஸ்டர் பிரீதா சத்யதாஸ் அவர்கள் என் ஜனங்கள் ஒருபோதும் வெட்கப்பட்டு போவதில்லை என்ற தலைப்பில் செய்தி அளித்தார்கள். அந்த வார்த்தையின்படியே அன்று முதல் இன்று வரை ஸ்ரீகள் கூட்டம் நல்ல முறையில் நடக்க தேவன் கிருபை செய்தார். இந்த வருடத்தின் ஸ்ரீகள் கூட்டமானது தேவனுடைய பெரிதான கிருபையால் சிஸ்டர் பிரீதா சத்யதாஸ் அவர்கள் தலைமையில் மிகவும் சிறப்பாக நடைபெற்றது. அவர்களோடு அனைத்து சகோதரிகளும் ஒன்றிணைந்து செயல்பட்டார்கள். ஸ்ரீகள் கூட்டமானது எல்லா புதன்கிழமையும் காலை 10:30 மணி அளவில் ஆரம்பமாகி மதியம் 1 மணி அளவில் முடிவடையும். ஸ்ரீகள் கூட்டத்தில் ஏறக்குறைய 60 பேர் கலந்து கொள்கின்றனர். இந்த கூட்டத்தில் முக்கியமாக சபைக்காக கைகள் கோர்த்து ஜபிப்பதும், விசுவாசிகளின் குடும்பத்திற்காக ஜபிப்பதும், தலைமுறைகளுக்காக ஜபிப்பதும் வழக்கமாக உள்ளது. அடுத்ததாக வேத வசன தியானத்தின் போது வேதத்திலிருந்து மத்தேயு 13 அதிகாரம் 3 முதல் 9 வரை உள்ள வசனங்களிலிருந்து விதைகள் பற்றி ஆழமான சத்தியத்தை அறிந்து கொள்ள தேவன் கிருபை செய்தார். இந்த வருடத்திலிருந்து மாதத்தில் ஒரு நாள் ஸ்ரீகள் கூட்டத்தில் கலந்து கொள்ளும் ஒரு சகோதரி தேவனுடைய செய்தி அளிக்க வேண்டும் என்று தீர்மானிக்கப்பட்டது. மேலும் சபையிலிருந்து வியாதியா இருக்கிறவர்களை பார்க்கவும், அவர்களுக்காக ஜெபிக்கவும், சிறிய அளவில் உதவி செய்வதாகவும் தீர்மானிக்கப்பட்டது. அதன்படி ஒவ்வொரு காரியங்களும் நிறைவேற்றப்பட்டது. இந்த வருடத்தில் செய்தி அளித்த சகோதரிகள் மார்ச் மாதத்தில் சிஸ்டர் சுமதி அவர்கள் தன்னுடைய அனுபவ சாட்சியும் தேவ செய்தியாக தேவனுடைய கிருபையை பற்றி பேசினார்கள். ஏப்ரல் மாதத்தில் சிஸ்டர் ஜெயராணி அவர்கள் தன்னுடைய அனுபவ சாட்சியும் தேவ செய்தியாக கண்ணீரின் விதைகள் பற்றியும் பேசினார்கள். மே மாதத்தில் சிஸ்டர் கிறிஸ்டி அவர்கள் தன்னுடைய அனுபவ சாட்சியையும் தேவ செய்தியாக தேவனிடத்துள்ள வாஞ்சையை பற்றியும் பேசினார்கள். ஜூன் மாதத்தில் சிஸ்டர் தனுஜா அவர்கள் தேவ செய்தியாக கர்த்தர் நல்லவர் என்பதை ருசித்துப்பார்கள் என்ற தலைப்பில் பேசினார்கள். ஜூலை மாதத்தில் சிஸ்டர் கிருபாசினி அவர்கள் தன்னுடைய அனுபவ சாட்சியையும் தேவ செய்தியாக தேவன் பெருமையுள்ளவர்களுக்கு எதிர்த்து நிற்கிறார், தாழ்மையுள்ளவர்களுக்கு கிருபை அளிக்கிறார் என்ற வசனத்தை ஆதாரமாக வைத்து பேசினார்கள். செப்டம்பர் மாதத்தில் சிஸ்டர் அருண்யா அவர்கள் தன்னுடைய அனுபவ சாட்சியையும் தேவ செய்தியாக என் வருத்தம் யாவையும்
என் தகப்பனுடைய குடும்பம் அனைத்தையும் நான் மறக்கும்படி தேவன் பண்ணினார் என்ற வசனத்தை ஆதாரமாக வைத்து பேசினார்கள். இவர்கள் ஒவ்வொருவரின் அனுபவ சாட்சியும் தேவ செய்தியும் மிகவும் ஆசீர்வாதமாக இருந்தது. இந்த வருடத்தில் உதவி பெற்றுக்கொண்ட ஆதரவற்றவர்கள் மற்றும் விதவைகள் ஸ்ரீஜா, ஃபெமி, புஷ்பம், சீதாராணி, முத்தம்மாள், மினி, கலா. இந்த வருடத்தில் ஸ்ரீகள் கூட்டத்தின் ஆண்டு விழா நிகழ்ச்சியின் தேவ செய்தியாக சிஸ்டர் லிஜி அவர்களை அழைப்பதாக தீர்மானிக்கப்பட்டது. அழைப்பிற்கிணங்கி இன்று தேவ செய்தியாக கடந்து வந்த சிஸ்டர் லிஜி அவர்களுக்கு இயேசு கிறிஸ்து நாமத்தில் நன்றியை தெரிவித்துக் கொள்கிறோம். மற்றும் இந்த ஆண்டு விழாவிற்காக நல்ல முறையில் ஒத்துழைப்பு தந்த சபை போதகர் மற்றும் கடந்து வந்த சபை விசுவாசிகள் அனைவருக்கும் இயேசு கிறிஸ்து நாமத்தில் நன்றியை தெரிவித்துக் கொள்கிறோம். தொடர்ந்து இனி வருகிற வருடத்திலும் இந்த ஸ்ரீகள் கூட்டமானது மிகுந்த ஆசீர்வாதத்தோடு நடக்கவும், அநேக புதிய காரியங்களை நடைமுறையில் கொண்டு வரவும், அநேகருக்கு பிரயோஜனமாக அமையவும் யாவரும் ஜெபிக்க வேண்டும். மேலும் நம்முடைய சபையின் சகோதரிகள் அனைவரும் இதில் கலந்து கொண்டு செயல்படுமாறு கேட்டுக்கொண்டு இந்த அறிக்கையை சமர்ப்பிக்கிறேன். கர்த்தர் தாமே நாம் ஒவ்வொருவரையும் ஆசீர்வதிப்பாராக. இவன் ஸ்ரீகள் கூட்டத்தின் சார்பாக சிஸ்டர் சீஜா. അടുത്തത് ഒരു ടെസ്റ്റിമണിയാണ്, സാക്ഷ്യമാണ്. സുമതി. ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സാക്ഷ്യം പറയണേ ഞങ്ങൾ കൊടുക്കാറില്ല, പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, തലമുറയില്ലാത്തവർക്ക് ഞങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾ ഒരാഗ്രഹം, കർത്താവ് അടുത്ത മീറ്റിംഗ് നടത്തുമ്പോൾ തലമുറകളില്ലാതിരിക്കുന്ന ആർക്കെങ്കിലും കർത്താവ് എല്ലാവർക്കും അത്ഭുതങ്ങളെ ചെയ്യണം. അങ്ങനെ കർത്താവ് അത്ഭുതം ചെയ്താൽ മുന്നിൽ വന്ന് അവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. സുമതിയുടെ മകൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറ കൊടുത്തു. 6 വർഷം മക്കളില്ലായിരുന്നു. ഞങ്ങൾ സുമതിയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കൈ കോർത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഉദരത്തിൽ കൈവച്ചും പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ കൈ കോർത്തൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, കർത്താവേ അടുത്ത സഹോദരിമാരെ വിറ്റ് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു, പക്ഷെ കുഞ്ഞിന് വരാമല്ല. ഞങ്ങൾക്ക് ഒത്തിരി സഹോദരിമാർ മക്കളില്ലാത്തവർ അമ്മയും കുഞ്ഞുമായി ഇവിടെ നിൽക്കണമെന്നൊരാഗ്രഹമായിരുന്നു. അത് അടുത്ത ആണ്ടിൽ സംഭവിക്കും, അടുത്ത ആണ്ടിൽ സംഭവിക്കും. ഹല്ലേലൂയ. അടുത്ത ആണ്ടിൽ അടുത്ത ആണ്ടിൽ ചില ഇതിനകത്തൊന്ന് എഴുന്നേൽക്കാൻ പോകുകയാ. ഇന്ന് കുറിച്ചിട്ടോ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഗർഭത്തെ പരിശുദ്ധാത്മ തുറക്കാൻ പോകുകയാ. അവിടെ സാക്ഷിയാണ്, അവിടെ അമ്മയാണ് വന്നിട്ടുള്ളത്. கர்த்தரை ஸ்தோத்திரம் ஆண்டவரே. இந்த வேளையில் ஆண்டவர் இஸ்ரவேல் கூட்டத்தில் எனக்கு சாட்சியாக நிறுத்தின ஆண்டவருக்கு நன்றி சொல்கிறேன். நாங்கள் அநேக நாள் பிள்ளைக்கு குழந்தை இல்லாமல் நாங்கள் ஒரு குழந்தை கிடைக்க வேண்டும் என்று ஜெபம் பண்ணி கொண்டிருந்தோம். பாஸ்டர் அம்மா அதிகமாக ஜெபித்தார்கள். ஆண்டவர் எல்லாருக்கும் ஜெபத்தையும் கேட்டு, விசுவாசிகளுக்கு ஜெபத்தை கேட்டு, இஸ்ரவேல் கூட்டத்தில் உள்ளவர்களுக்கு ஜெபத்தை கேட்டு, எல்லாருக்கும் ஜெபத்தையும் கேட்டு ஆண்டவர் எங்களுக்கு ஒரு அற்புதமான ஒரு பேரப்பிள்ளை, பெண் பிள்ளை தந்தார். அவள் ஆச்சரியமாயிட்டு, ஆண்டவருக்கு பிரியமாயிட்டு, ஆண்டவருக்கு பயந்து சாட்சியுள்ள பிள்ளைகளால் தந்த இடத்தில் சாட்சியுள்ள குடும்பமாக இருக்க வேண்டும். அதற்கு வேண்டி ஆண்டவருக்கு பயந்து இருக்க வேண்டும். அதற்கு வேண்டி யாவரும் ஜெபிக்க வேண்டும். இன்னும் அடுத்து குழந்தை இல்லாமல் 2-3 பேர் இருக்கிறார்கள். அவர்களுக்கு இந்த வருஷத்தில் எல்லாருக்கும் குழந்தை கொடுத்து அவர்களும் இது சாட்சியுள்ள பிள்ளைகளாக இருக்க ஆண்டவரை ஆண்டவர் சாட்சியுள்ள பிள்ளைகளாக இருந்து ஆண்டவரை மகிமைப்படுத்த சபையாக இருக்க உங்கள் யாவரும் ஜெபிக்க வேண்டும். அதற்காக ஜெபிக்கிறோம். பாஸ்டரையும் அதிகமாக இந்த ஆசீர்வதிக்கிறோம். நன்றி. ഇന്നും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നമ്മുടെ ദൈവത്തിന് വല്ലമയുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി കുറഞ്ഞു പോയിട്ടില്ല. വിശ്വാസത്തെ പ്രാർത്ഥിക്കുക. അടുത്ത ആണ്ടുകളിൽ ഇതിലും വലിയ സാക്ഷികൾ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ആമേൻ. ഉന്നത മാനവരിൽ ഉയർമറവിലിരിക്കുന്നവർ എന്നുള്ള പാട്ട് തമിഴ് പാട്ടാണ്. എല്ലാവരും എഴുന്നേൽക്കുകയാണെങ്കിൽ അങ്ങനെ നിന്ന് നമുക്ക് പാടാം. ഇല്ലാത്തെങ്കിൽ മാത്രം ഇങ്ങനെ ഫ്രണ്ടിൽ വരാം. എല്ലാവരും എഴുന്നേൽക്ക്, കുഴപ്പമില്ല. ചേർന്ന് പാടാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ.
വായിക്കുന്നുണ്ട്. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. എത്ര പേർ വിശ്വസിക്കുന്നു? എന്താ അവിടെ പറഞ്ഞത്? നമ്മൾ കേൾക്കും, നീ ചോദിക്കുന്നതൊക്കെയും ദൈവം തരാമെന്ന് പറഞ്ഞത് മാത്രം. ആകയാൽ മകളെ നീ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. പക്ഷെ നീ ആരായിരിക്കണം? നീ ഒരു ഉത്തമ സ്ത്രീ ആയിരിക്കണം. ഓ ഹല്ലേലൂയ. ഈ ഉത്തമ സ്ത്രീ ആയാൽ നീ സഭയ്ക്കകത്തല്ല അറിയപ്പെടുന്നത്, കുടുംബത്തിനകത്ത് മാത്രമല്ല, ദേശത്ത് മാത്രമല്ല, പട്ടണക്കാരെല്ലാരും അറിയും. ഈ സഹോദരിമാരുടെ മീറ്റിംഗ് പട്ടണക്കാർ അറിയാൻ പോകുക, ദേശം അറിയാൻ പോകുക. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? പട്ടണക്കാർ അറിയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് സഹോദരിമാരുടെ മേൽ ഒരു ഉണർവിനെ അയക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയോട് പറയാ, ഭയപ്പെടണ്ട കേട്ടോ. നീ എന്തോ ഒരു ചോദ്യമായി വന്നിട്ടുണ്ട്, എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവ് ഞാൻ ചെയ്തു തരാം, നീ ചെയ്തു തരാം. ജീവിതത്തിൽ വിടേണ്ടത് വിട്. ജീവിതത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമ്മൾ ദൈവവചനം കേൾക്കാൻ പോകുന്ന മുമ്പ് ജീവിതത്തിലെ കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവരുടെ അടുക്കലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങണത്. ശുദ്ധീകരണം നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇറങ്ങും. ഓ, നിന്നെ ബന്ധിച്ച നാളുകളെ മുന്നോട്ട് വിടാതെ, നന്മകൾ പ്രാപിക്കാൻ വിടാതെ, രോഗമിട്ട് ജീവിതങ്ങളെ ഒതുക്കിയ മേഖലകളിൽ ഇന്ന് വൈകാലം പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യും. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം അതിനകത്തുണ്ട്. ഹല്ലേലൂയ. മോവാബിയ സ്ത്രീയായ രൂത്തിനെയും കൂട്ടി നവോമി ബത്ലഹേമിലേക്ക് വരുമ്പോൾ അവർ പറയാ, അവരുടെ നിമിത്ത പട്ടണം ഇളകി. അവരുടെ നിമിത്ത പട്ടണം ഇളകി. എന്താ? അവർ നടന്നപ്പോൾ പട്ടണം ഇളകിയത്. കാലിന്റെ ബലം കണ്ടോ? അവരുടെ വണ്ണം കണ്ടോ? നവോമിയും മരുമകളുമായി അങ്ങോട്ട് നടക്കുമ്പോൾ പട്ടണം ഇളകിയെന്ന് അവരുടെ നിമിത്ത ബത്ലഹേം. കാരണം ക്ഷാമമായി കിടന്ന് ഒരിക്കലും ഉയർച്ച പ്രാപിക്കയില്ലെന്ന് പറഞ്ഞ് വരണ്ട് കിടന്ന പട്ടണത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു ദൈവപ്രവൃത്തി നടക്കുക, ഏതോ ഒരു ദൈവപ്രവൃത്തി നടക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന പട്ടണത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുക. ഇന്ന പട്ടണത്തിൽ നീ നടക്കുമ്പോൾ തന്നെ, നീ ചലിക്കുമ്പോൾ തന്നെ, നീ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പട്ടണം ഇളകുന്ന അഭിഷേകം, പട്ടണം ഇളകുന്ന അഭിഷേകം നിശ്ചയമായി കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാറട്ടെ. ഈ സമയം ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചർച്ചിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന പ്രിയ പാസ്റ്റർ സത്യദാസ്, അതുപോലെ കർത്താവിന്റെ ദാസി പ്രീത സിസ്റ്റർ, ഹല്ലേലൂയ, മറ്റ് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും, പിതാക്കന്മാർ, മാതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അതുപോലെ കൊയർ ലീഡ് ചെയ്ത ഹല്ലേലൂയ പ്രിയ കൊയർ ലീഡേഴ്സ്, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരിമാരുടെ വാർഷിക മീറ്റിംഗിൽ അടിയനും ദൈവത്തിൻ്റെ വചനവുമായി യേശുവിൻ്റെ സാക്ഷിയായി ഹല്ലേലൂയ ഇവിടെ നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി, നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരിമാരെ, നമ്മൾ കർത്താവിന് പ്രിയപ്പെട്ടവരാ കേട്ടോ. നമ്മൾ നമ്മുടെ കർത്താവിന് വേണ്ടപ്പെട്ടവരാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് നമ്മൾ വിലയേറിയവരാ. പ്രൈസ് ദി ലോർഡ്. പലർക്കും നമ്മൾ വിലയേറിയവരൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. പലർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരൊന്നും അല്ല. പക്ഷെ നമ്മുടെ കർത്താവിന് നമ്മൾ പ്രിയപ്പെട്ടവരാ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ദുഃഖം വരുമ്പോൾ, നമുക്ക് സങ്കടം വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ദുഃഖമോ അല്ലെങ്കിൽ സങ്കടമോ വേദനയോ ഒന്നും കേൾക്കാൻ ആരും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ഊറ്റി തന്ന, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ഉടമസ്ഥൻ, നമ്മുടെ യജമാനൻ, നമ്മുടെ പ്രാണപ്രിയൻ. ഏഴ് ഭൂതം ബാധിച്ച മഗ്ദലക്കാരത്തി മറിയ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കല്ലറവാതിക്കൽ നിന്ന് കരയുക. ആരുമില്ല. ഹല്ലേലൂയ. 3.5 വർഷക്കാലം അത്ഭുതങ്ങളും അടയാളങ്ങളും ഹല്ലേലൂയ യേശു കർത്താവിന്റെ കൂടെ നടന്ന് കണ്ട അവന്റെ പ്രിയപ്പെട്ട ശിഷ്യരായ ഹല്ലേലൂയ പത്രോസും ഇല്ല, യോഹന്നാനും ഇല്ല, മറ്റാരെയും അവിടെ കാണാനില്ല. പക്ഷെ ഈ സഹോദരി നിന്ന് കരയുകയാ. അവർക്കൊന്നും വേണ്ടാത്തൊരാവശ്യവുമായിട്ടാ ഈ സഹോദരി കല്ലറയ്ക്കൽ നിന്ന് കരയുന്നേ. എന്താണെന്നറിയാവോ? തൻ്റെ 7 ഭൂതങ്ങളാൽ താൻ ബാധിക്കും
ദ്രോഹിക്കപ്പെട്ട് എല്ലാവരും ഒറ്റപ്പെട്ട് ആർക്കും തന്നെ വിടുവിപ്പാൻ കഴിയാത്ത മേഖലയിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ഒരുവനുണ്ട്. ഒരിക്കലും താൻ വിചാരിച്ചില്ല ദേശത്ത് താൻ മാനിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. ഒരിക്കലും താൻ വിചാരിച്ചില്ല ഈ ബന്ധനത്തിൽ നിന്ന് താൻ വിടുവിക്കപ്പെട്ടു വരുമെന്ന്. എന്നാൽ ഒരിക്കലും വിചാരിക്കാത്തിടത്ത് ഹല്ലേലൂയ തൻ്റെ ഹല്ലേലൂയ ചിന്തകൾക്കപ്പുറമായി കർത്താവ് ഇറങ്ങി വന്ന് എന്ത് ചെയ്തു? അവളെ വിടുവിച്ച് പുറത്തെടുത്തു. ഹല്ലേലൂയ. എങ്ങനെയാ സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നത്? എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിവിടെ തമിഴ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുതെന്തൊക്കെയോ മനസ്സിലാവുന്നുള്ളൂ. ഞാൻ മലയാളം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങളിവിടെ തമിഴ് പറയുമ്പോൾ എനിക്ക് ചെറിയ തോതിലൊക്കെ ഞാൻ കരമടിക്കുന്നുണ്ടോ? ഒക്കെ ശരിയാണ്, എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ ഇരുന്ന് ചിന്തിച്ചു, ഞാനിനി മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമോ? പ്രൈസല്ലോ. ഹല്ലേലൂയ. മറിയയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. പത്രോസ് പോയി, യോഹന്നാൻ പോയി, യേശുവിൻ്റെ അമ്മ മറിയ പോയി, ഹല്ലേലൂയ, മറ്റു സഹോദരിമാർ പോയി. പക്ഷെ ഇവൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അവൾ കരയുകയാ. മറ്റൊന്നിനുമല്ല, ഒരു ജീവനുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അല്ല അവൾ കരഞ്ഞത്. ജീവനുള്ള ഒരു ശരീരത്തിന് വേണ്ടിയല്ല കരഞ്ഞത്, മരിച്ച ഒരു ശരീരത്തിന് വേണ്ടി അവൾ കരഞ്ഞത്. എന്നാൽ കേൾക്കണമോ, അവളുടെ കണ്ണുനീരിന്റെ മുൻപ് അവളുടെ നാഥന്, അവളുടെ പ്രാണപ്രിയന് ഹല്ലേലൂയ അവളെ വിട്ട് പോകാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആദ്യം ഹല്ലേലൂയ ഹല്ലേലൂയ വെളിപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക. ഹല്ലേലൂയ. അവളെ ആദ്യം ദൗത്യം ഏൽപ്പിച്ചത് ഏത്? താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കാൻ ഭാഗ്യം ലഭിച്ചത് ആർക്കാണെന്നറിയാവോ? സ്നേഹിച്ചവൾക്കാ. എങ്ങനെ സ്നേഹിച്ചു? ആരൊക്കെ പോയിട്ടും തനിക്ക് ഇവനെ കണ്ടേ മതിയാവോ. ഈ ശരീരത്തിൽ താൻ എന്തിനാണോ വന്നേ, ഹല്ലേലൂയ അത് ചെയ്തിട്ടേ താൻ പോകത്തുള്ളൂ, ഹല്ലേലൂയ എന്നാഗ്രഹിച്ചു വന്നവളുടെ മുൻപ് ഹല്ലേലൂയ ജീവനോടെ തന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ സന്തോഷം നൽകിയ ഒരു കർത്താവ്, ആ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യേ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അധികം മുഖവരയിലേക്ക് ഒന്നും പോകുന്നില്ല, നമുക്ക് വായിക്കാം. ഇന്ന് ദേവദാസി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നയിക്കുന്നത് ഒരേപോലെയല്ലേ? ഹല്ലേലൂയ ദേവദാസി പറഞ്ഞ ആ വചനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഹല്ലേലൂയ അടിയനെയും ഹല്ലേലൂയ ദൈവം തന്ന ആലോചന അത് തന്നെയാ. വായിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ബൈബിളിൽ സ്ത്രീകളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ആദ്യത്തെ പുസ്തകം രൂത്തിന്റെ പുസ്തകം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഹല്ലേലൂയ ഇത് ശമൂവേൽ പ്രവാചകനാൽ എഴുതപ്പെട്ടു എന്ന് പറയുന്നു. BC 1060-നും 1030-നും ഇടയിൽ ഈ പുസ്തകം രചിക്കപ്പെട്ടു എന്ന വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഹല്ലേലൂയ. എന്നാൽ ഈ രൂത്തിന്റെ പുസ്തകത്തിലെ പ്രമേയം എന്ന് പറയുന്നത് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയിരുന്ന കാലത്ത് ദേശത്തൊരു ക്ഷാമമുണ്ടായി. ഇതിനെപ്പറ്റി ഇത് മുഖാന്തരം സംഭവിച്ച ഒരു സംഭവ കഥയാണ് ഏത്? രൂത്തിന്റെ പുസ്തകം. ഹല്ലേലൂയ. ഇത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയിരുന്ന കാലത്താണ്. അതിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് അന്നത്തെ അവസ്ഥയെക്കുറിച്ച്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയും. 21-25 വായിക്കുമ്പോൾ ആ കാലത്ത് രാജാവില്ലായിരുന്നു. തനിക്ക് തോന്നിയതുപോലെ ബോധിച്ചതുപോലെ ഓരോരുത്തരും നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതിരുന്ന ഒരു കാലം. ഹല്ലേലൂയ. എന്നാൽ ഇത് ന്യായാധിപന്മാരുടെ കാലഘട്ടമാണ്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ഗിദെയോന്റെ കാലത്തോ അല്ലെങ്കിൽ ഏലി പുരോഹിതന്റെ കാലത്തോ ഇത് നടന്നു എന്ന് പറയുന്നു. ഏതുമാകട്ടെ നമുക്കറിയാം ഈ 2 കാലഘട്ടം എന്ന് പറയുന്നത് ജനം വഷളത്വത്തിലേക്ക് ദൈവത്തെ വിട്ടുമാറി ഹല്ലേലൂയ അന്യാരാധനയിലേക്കും പാപത്തിലേക്കും പോയ ഒരു കാലഘട്ടമാ ഏത്? ന്യായാധിപന്മാരായ ഏലിയുടെയും ഗിദെയോന്റെയും കാലഘട്ടം എന്ന് പറയുന്നത്. ക്ഷാമം ഒരിക്കലും എന്തല്ല,
അനുഗ്രഹമല്ല, ക്ഷാമം, ഹല്ലേലൂയ, ശാപമാ. പ്രൈസ് ദി ലോർഡ്. ക്ഷാമം ഒരിക്കലും എന്തല്ല? ക്ഷാമം ഒരിക്കലും അനുഗ്രഹമല്ല. ക്ഷാമം, ഹല്ലേലൂയ, ശാപമാ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ നമുക്ക് എന്ത് വരും? ക്ഷാമം വരും. പക്ഷെ ഒരു കാര്യം കേട്ടോ, മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ശാപത്തെ മാറ്റി അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുന്നു, യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ, ഒരു എഫ്രാത്യനായ എലീമേലെക്ക്, ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ എവിടേക്ക് പോയി എന്നറിയാവോ? ഹല്ലേലൂയ, യഹൂദിയിൽ നിന്ന്, അതായത് ബേത്ലഹേമിൽ നിന്ന് 60 മൈൽ അകലെയുള്ള മോവാബിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഇവൻ ആരാന്നറിയാവോ? ഇവനൊരു എഫ്രാത്യനാ. എഫ്രാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഫലഭൂയിഷ്ടമായ എന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ. മറ്റൊന്ന്, ഇവൻ എവിടെയോ പാർത്തിരുന്നെന്നറിയാവോ? ബേത്ലഹേം, അതിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്ന. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന്, ഇവൻ യഹൂദിയിലുള്ളവനാ, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, ആത്മീകമായ അപ്പം ഭുജിച്ചുകൊണ്ടിരുന്ന, അപ്പത്തിന്റെ ഭവനമായ യഹൂദയിൽ ബേത്ലഹേമിൽ ഒരു ക്ഷാമം വന്നപ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ അവന് നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ എവിടേക്ക് പോയി എന്നറിയാവോ? മോവാബിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞേ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമോ? പ്രതികൂലങ്ങൾ വരുമോ? വരും. എന്നാൽ പ്രതികൂലങ്ങൾ വരുമ്പോഴും, പ്രശ്നങ്ങൾ വരുമ്പോഴും, ക്ഷാമം വരുമ്പോഴും നമ്മൾ പിന്തിരിഞ്ഞു പോകുകയല്ല, മറിച്ച് നമ്മെ വിളിച്ചവൻ ആരാന്നുള്ള ഉത്തമ ബോധ്യമുള്ളവർ ദൈവസന്നിധി മുട്ടുകുത്താനിടയാകും. ഹല്ലേലൂയ. ദൈവസന്നിധി മുട്ടുകുത്താനിടയാകും. ഈ ബേത്ലഹേമിനെ കുറിച്ച് പറയുന്നത്, ഈ ബേത്ലഹേം അപ്പത്തിന്റെ ഭവനം എന്നറിയപ്പെടുന്നത്, ധാരാളം ഗോതമ്പ് വിളഞ്ഞ പാടങ്ങളുള്ളൊരു ഭൂപ്രദേശമാണ്. ഏത്? ഹല്ലേലൂയ, ഈ ബേത്ലഹേം. അതുപോലെ യവം വിളഞ്ഞു നിന്നിരുന്ന ഒരു ഭൂപ്രദേശം. ഇഷ്ടം പോലെ ആട്ടിടയന്മാരും ആടുകളും ഉണ്ടായിരുന്ന ആ ഭൂപ്രദേശം. ഇവിടെ നിന്ന് യെരുശലേം ദേവാലയത്തിലേക്ക് ആടുകളെ യാഗത്തിനായി കൊണ്ടുപോയിരുന്നത് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട. വെളിപ്രദേശത്ത് ആടുകളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരോട് ദൂതൻ പറയുക, എന്ത് വേണ്ട? ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇങ്ങനെ സമ്പൽ സമൃദ്ധമായ ദേശത്ത് എന്ത് വന്നു? ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ ഈ കുടുംബം എവിടേക്ക് പോയി? താൽക്കാലിക നന്മ പ്രതീക്ഷിച്ച മോവാബിലേക്ക് പോയി. ഇവർ മോവാബിലെത്തി, താമസം ആരംഭിച്ചു. 4 പേരുണ്ട്. എലീമേലെക്ക് തന്റെ ഭാര്യ നവോമി, മക്കളായ മഹ്ലോനും കില്യോനും. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആര് മരിച്ചെന്നറിയാമോ? എലീമേലെക്ക് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നവോമിക്ക് വളരെയധികം ദുഃഖമായി, തന്റെ ഭർത്താവ് മരിച്ചു. എന്നാൽ ചെറിയൊരാശ്വാസം, തന്റെ 2 ആൺമക്കളുണ്ടല്ലോ. ചെറിയൊരാശ്വാസം. ഭർത്താവ് പോയി, ദുഃഖമാ. എന്നാൽ തൻ്റെ 2 ആൺമക്കളുണ്ടല്ലോ, അവരെ നോക്കി ആശ്വാസം കണ്ട നവോമി ആ മോവാബ്യ ദേശത്തുനിന്ന് 2 പെൺകുട്ടികൾ എന്ത് ചെയ്തു? അവർക്ക് ഭാര്യമാരായി എടുത്തു. നിങ്ങൾക്കറിയാം, ഓർപ്പയും രൂത്തും. പ്രൈസ് ദി ലോർഡ്. വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പറയുന്നു 10 വർഷക്കാലം അവരവിടെ പാർത്തു. 10 വർഷക്കാലം. പക്ഷെ ഒരു കാര്യം, താൽക്കാലിക നന്മയ്ക്കായി പിന്മാറിപ്പോയ നവോമിക്കോ എലീമേലെക്കിനോ ഒരു കൊച്ചു തലമുറയെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 വർഷം അവർ താമസിച്ചിട്ടും മഹ്ലോനും കില്യോനും ഒരു കുഞ്ഞു പോലും ഉണ്ടായില്ല. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കോ, ഇത് കുഴപ്പമില്ലല്ലോ, ഇത് നമ്മൾ ചെറിയ തോതിലല്ലേ പിന്മാറിപ്പോകുന്നേ. പക്ഷെ ഒരു കാര്യം, പിന്മാറ്റം വളരെ ഹല്ലേലൂയ ഭയാനക കേട്ടോ. പിന്മാറ്റം ഭയാനക പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, യേശു കർത്താവും തൻ്റെ മാതാപിതാക്കളും പെരുന്നാളിന് പോയി. എന്താ തിരിച്ചു പോന്നപ്പോൾ ആര് കൂടെ ഉണ്ടായിരുന്നില്ല?
യേശു കൂടെ ഉണ്ടായിരുന്നില്ല. യേശു ഒരു ദിവസം കഴിഞ്ഞപ്പോഴ ഒരു ദിവസത്തെ യാത്ര പോകുന്നതിന് ശേഷം ഹല്ലേലൂയ മറിയയും ജോസഫും നോക്കുന്നേ, യേശു കൂടെ ഇല്ലെന്ന് അവരറിയുന്നേ. എന്നാൽ അവരെന്ത് ചെയ്യുന്നറിയോ? തിരിച്ചുപോയി, അവർ മടങ്ങിപ്പോയി. അവർ ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, നമ്മെ ഒന്ന് പരിശോധിച്ചേ. നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് പിന്മാറ്റത്തിലുണ്ടോ? ഇന്ന് കർത്താവിനോട് പറ, ഞാൻ മടങ്ങി വരുവാ കർത്താവേ, ഞാൻ മടങ്ങി വരുവാ കർത്താവേ. മടങ്ങി വന്ന ചേർത്ത് പിടിക്കുന്ന നല്ലൊരു കർത്താവ്, നല്ലൊരു അപ്പ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ മഹ്ലോനും കില്യോനും എന്ത് ചെയ്തു? മരിച്ചു. ഇത് നവോമിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴവൾ അവളുടെ സ്വന്തം ദേശത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്, നവോമിയുടെ പിന്മാറ്റത്തിൽ നവോമിക്ക് നഷ്ടപ്പെട്ടത് 3 ആണുങ്ങളെയാ കേട്ടോ. 3 ആണുങ്ങളെയാ നവോമിക്ക് നഷ്ടപ്പെട്ടത്. 2 മക്കൾ കൂടെ മരിച്ചപ്പോൾ അവൾ അവളുടെ ദേശത്തെ ഓർത്തു. അവൾ അവളുടെ ദേശത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാ തൻ്റെ ദേശത്ത് ദൈവം എന്ത് ചെയ്തു? സന്ദർശിച്ചു. ഹല്ലേലൂയ. തൻ്റെ ജനത്തിന് അപ്പം കൊടുത്തെന്ന് അറിഞ്ഞത്. ഹല്ലേലൂയ. 3 മക്കൾ മരിച്ചപ്പോൾ അവൾ ചിന്തിച്ചു, ഇനി ഞാനിവിടെ നിൽക്കത്തില്ല. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഇവിടെ നിൽക്കത്തില്ല. തൻ്റെ 2 പെൺമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാ. അങ്ങനെ ഹല്ലേലൂയ നവോമിയും 2 പെൺമക്കളും ഹല്ലേലൂയ ബേത്ലഹേമിലേക്ക് പോകാൻ യാത്രയായി നിൽക്കുമ്പോൾ, എല്ലാം വാരിക്കെട്ടി ഹല്ലേലൂയ അവർ പോകാൻ യാത്രയായി നിൽക്കുമ്പോഴാ നവോമി തൻ്റെ മക്കളോട് പറയുന്ന, മക്കളെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ കൂടെ പോന്നിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുക്കലേക്ക് പോകണം. കാരണം എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ തരാൻ എൻ്റെ ഉദരത്തിൽ മക്കളില്ല. ഹല്ലേലൂയ. ഞാൻ പ്രായമൊക്കെ ആയ ഒരു സ്ത്രീയാ, അല്ല ഞാൻ ഇനിയൊന്ന് വിവാഹം കഴിച്ച് ഹല്ലേലൂയ മക്കളൊക്കെ ഉണ്ടാകാമെന്ന് ചിന്തിച്ചാലും നിങ്ങൾ എത്ര വർഷം കാത്തിരിക്കും? അതുകൊണ്ട് മക്കളെ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഓർപ്പയുണ്ടല്ലോ, അതുവരെ ഓർപ്പ പറഞ്ഞു, അമ്മേ ഞാൻ വിട്ടുപോകത്തില്ല, അമ്മയെ ഞാൻ വിട്ടുപോകത്തില്ല. 2 മക്കളും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു, അമ്മേ ഞങ്ങൾ വിട്ടുപോകത്തില്ല, ഞങ്ങൾ അമ്മയുടെ കൂടെയുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഭർത്താക്കന്മാരെ കിട്ടില്ലെന്ന് കേട്ടപ്പോൾ ഓർപ്പ എന്ത് ചെയ്യുന്നറിയാവോ? നവോമിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞവൾ പുറകോട്ട് പോയി. അവൾ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക്, അവളുടെ ദേവനായ കെമോസ് ദേവന്റെ അടുക്കലേക്ക് അവൾ മടങ്ങിപ്പോയി. ഇന്ന് ദൈവസഭയിൽ 2 കൂട്ടരുണ്ട്. ഹല്ലേലൂയ. താൽക്കാലിക നന്മ പ്രതീക്ഷിച്ചു വരുന്ന ഒരു കൂട്ടർ, യേശുവിനെ സ്നേഹിച്ചു വരുന്ന ഒരു കൂട്ടർ, താൽക്കാലിക നന്മ പ്രാപിച്ചു വരുന്ന ആഗ്രഹിച്ചു വരുന്നവർ അധികം നാൾ നിൽക്കത്തില്ല. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുകയാ, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ഞാനൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ യേശുവിനെ എങ്ങനെയാ കാണുന്നേ? അപ്പം തരുന്ന ഒരു സ്രോതസ്സായിട്ടാണോ? അല്ലെങ്കിൽ ഓരോ ദിവസവും ചോദിക്കുന്ന പണം തരുന്ന ഹല്ലേലൂയ ഒരു സ്രോതസ്സായിട്ടാണോ നിങ്ങൾ കാണുന്നേ? അതോ അവനെ എല്ലാമായിട്ട് കാണുന്നവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ യേശു എനിക്ക് പ്രാണപ്രിയനാ, അവൻ എനിക്ക് എല്ലാം. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ തള്ളിയാലും ഹല്ലേലൂയ, ഇന്നൊരു ദിവസം പട്ടിണിയാണേലും എൻ്റെ കർത്താവിനെ ഞാൻ വിട്ടു പിരിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് എൻ്റെ യേശു എല്ലാമാ. ഹല്ലേലൂയ. ആരൊക്കെ തള്ളിയാലും ഹല്ലേലൂയ എത്ര പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ പിന്നോട്ട് മാറത്തില്ല. ഞാൻ എൻ്റെ കർത്താവിനെ നോക്കി മാത്രം യാത്ര ചെയ്യും. ഹല്ലേലൂയ യാത്ര ചെയ്യും. എനിക്ക് എൻ്റെ കർത്താവ് പ്രിയപ്പെട്ടവനാ. ഹല്ലേലൂയ. അവനേക്കാൾ അധികം ഞാൻ മറ്റൊന്നിനെ സ്നേഹിക്കുന്നില്ല. അവനേക്കാൾ അധികം ഞാൻ മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, അത് നടന്നതാണോ എനിക്ക് അറിയത്തില്ല, ഒരു ഉദാഹരണമാണെന്ന് ഞാനങ്ങ് ചിന്തിക്കുക. ഞങ്ങളുടെ തൃശ്ശൂരിലുള്ള ഒരു പെൺകുട്ടിക്ക്, അത് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ,
തൃശ്ശൂരിലുള്ള ഒരു പെൺകുട്ടിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചെറുക്കൻ്റെ ആലോചന വന്നു. അവളുടെ അപ്പൻ എന്ത് ചെയ്തെന്നറിയാവോ? അവളോട് പറഞ്ഞു, മോളെ തൃശ്ശൂരിൽ നിന്ന് ഒരു ആലോചന നിനക്ക് വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് നിനക്ക് ഒരു ആലോചന വരുന്നുണ്ട്. ആ പയ്യൻ ഇന്ന ജോലിയാ, കുറച്ച് കാര്യങ്ങളൊക്കെ ആ പിതാവിന് അറിയുന്നത് പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, അപ്പ ഇനി വേറൊന്നും നോക്കണ്ട, തിരുവനന്തപുരത്ത് നല്ലേ, അങ്ങ് ആലോചിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞു, അയ്യോ അവനെ നീ കണ്ടിട്ടില്ലല്ലോ, നമുക്ക് അവൻ്റെ കുടുംബചരിത്രം അറിയത്തില്ല, അവനെ നമുക്കറിയത്തില്ല. ഹല്ലേലൂയ, ഇതൊന്നും അറിയാതെ നീ എങ്ങനെയാ അവൻ അതങ്ങ് ആലോചിച്ചോളാൻ പറഞ്ഞേ, അത് നടത്തിക്കോളാൻ പറഞ്ഞത്. ഇവള് പറയുക, തിരുവനന്തപുരത്തല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ പാർക്കുള്ളത്, ഏത് സൂ ഉള്ളത്? സെക്രട്ടേറിയറ്റ് ഇവിടെയല്ലേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവനെ കല്യാണം കഴിച്ചാ എനിക്ക് ഏത് കാണാം? ആ സൂ കാണാം, ഹല്ലേലൂയ, സെക്രട്ടേറിയറ്റ് കാണാം. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നത് എന്തിനാ? നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു, ശരിയാ, അവൻ്റെ നന്മ മാത്രം പ്രതീക്ഷിച്ചാണോ? ഹല്ലേലൂയ, അവൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ യേശുവിനെ സ്നേഹിക്കുന്നത്? ഹല്ലേലൂയ, ഒരു കാര്യം പറയാൻ കേട്ടോ, അവനെ സ്നേഹിച്ചാൽ, അവനെ പിൻപറ്റിയ ദൈവദാസി പറഞ്ഞ പോലെ വഴിയിലിട്ടൊന്നും പോകത്തില്ല. ഹല്ലേലൂയ, അവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ലെന്നേ. നന്മയും കരുണയും ഹല്ലേലൂയ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ, യേശു കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഏത് പ്രശ്നത്തിനും യേശു പരിഹാരകനാ. നിരാശ വരാറുണ്ടോ? ഹല്ലേലൂയ, നിരാശ വരാറുണ്ടോ? പിറുപിറുക്കൽ വരാറുണ്ടോ? ഒരു കാര്യം പറയാൻ കേട്ടോ, ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നിരാശയാ. അത് പിറുപിറുപ്പാ. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം, സങ്കീർത്തനത്തിൽ പറയുന്നു, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. ഹല്ലേലൂയ, നന്മ കിട്ടുമ്പോ സന്തോഷം, ഒരു തിന്മ വരുമ്പോ ഇത് എന്ത് ദൈവമാ? ഹല്ലേലൂയ, നമ്മളങ്ങനെ പിറുപിറുക്കുന്നുണ്ടോ? ഏറ്റുപറഞ്ഞോണം കേട്ടോ, ഏറ്റുപറഞ്ഞോണം. പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം ആ ദിവസം വരെ കാക്കാൻ അവൻ ശക്തനോ. എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. 10-23 വർഷം ഇപ്പോഴും എന്നെ പണിയൊന്നും തീർന്നിട്ടില്ല. തമ്പുരാൻ എന്നെ അങ്ങ് പണിയുമായിരുന്നു. ആ പണിശാലയിലൂടെ ദൈവം എന്നെ കയറ്റി വിട്ടപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിച്ചു, നിന്ന അനുഭവിച്ചു, വേദനകൾ അനുഭവിച്ചു, പലവിധമായ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ബാക്കോട്ട് നോക്കിയാൽ നിരാശകളും പിറുപിറുക്കലും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ ദൈവം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആരെയാ നോക്കിയാ പോകുന്നേ? ഹല്ലേലൂയ, എബ്രായ ലേഖന കർത്താവ് പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. എൻ്റെ കർത്താവ് പറഞ്ഞു, നീ എന്നെ നോക്കി യാത്ര ചെയ്യുമ്പോൾ നിന്റെ ഇടത്തും വലത്തും 2 കൂട്ടർ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? 2 കൂട്ടർ എന്ത് ചെയ്യും സിസ്റ്ററെ? വെളിപ്പെടും. ഒന്ന് നമ്മളെ പൊക്കുന്ന ഒരു കൂട്ടര്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് നമ്മളെ നിന്ദിക്കുന്ന ഒരു കൂട്ടര്. ഈ 2നെ നോക്കണ്ടെന്ന് പറഞ്ഞു. ഈ 2നെ നോക്കണ്ട. നിന്ദിക്കുന്നവരവിടെ കിടന്ന് നിന്ദിച്ചോട്ടെ, ആലല്ലേ പൊക്കുന്നവരവർ പൊക്കിക്കോട്ടെ. ഒരു കാര്യം കേട്ടോ, ഇപ്പൊ പൊക്കുന്നവർ നാളെ താഴെയിടും. അതുകൊണ്ട് ഈ 2 കൂട്ടരെ ഹല്ലേലൂയ നമ്മൾ നോക്കണ്ട. ഒരുവനെ നോക്കിയാൽ മതി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ട്, എപ്പോഴും കൂട്ടിനൊരാളുണ്ട്, എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ട്, എപ്പോഴും കൂട്ടിനൊരാളുണ്ട്. സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടെ നടക്കാൻ ഒരാളുണ്ട്. സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടെ നടക്കാൻ ഒരാളുണ്ട്. ജീവനാണ് എൻ്റെ ചങ്കാണ്, സുന്ദരനാണ് എൻ്റെ യേശുവാണ്. ജീവനാണ് എൻ്റെ ചങ്കാണ്, സുന്ദരനാണ് എൻ്റെ യേശുവാണ്.
എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ട്, എപ്പോഴും കൂട്ടിനൊരാളുണ്ട്, എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ട്, എപ്പോഴും കൂട്ടിനൊരാളുണ്ട്. സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടെ നടക്കാൻ ഒരാളുണ്ട്. സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിൽ കൂടെ നടക്കാൻ ഒരാളുണ്ട്. ജീവനാണ് എൻ്റെ ചങ്കാണ്, സുന്ദരനാണ് എൻ്റെ യേശുവാണ്. ജീവനാണ് എൻ്റെ ചങ്കാണ്, സുന്ദരനാണ് എൻ്റെ യേശുവാണ്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും കൂട്ടിനൊരാളുണ്ട് കേട്ടോ. ഞാൻ നിന്റെ കൂടെയുണ്ട് ലോകാവസാനത്തോളം. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഓർപ്പ നോക്കിയത് ലോകത്തിലേക്കാ. പ്രൈസ് ദി ലോർഡ്. അവള് ചിന്തിച്ചു, ഈ അമ്മായിമ്മയുണ്ടല്ലോ, നല്ല അമ്മായിമ്മയാ. ഈ അമ്മായിമ്മ തൻ്റെ മരുമക്കളുമായിട്ട് കൂടെയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ മരുമക്കൾക്ക് പറഞ്ഞു കൊടുക്കും തങ്ങൾ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെക്കുറിച്ച്. രൂത്ത് ആർക്ക് പറഞ്ഞു കൊടുക്കുമെന്നറിയാവോ? നവോമി ആർക്ക് പറഞ്ഞു കൊടുക്കുമെന്നറിയാവോ? രൂത്തിനും ഓർപ്പയ്ക്കും എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും. നവോമി പറയും, ഈ ദൈവം സർവശക്തനാ, ഈ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല മക്കളെ. പൂർവ്വ പിതാക്കന്മാരെ വഴി നടത്തിയ വിധത്തെക്കുറിച്ചൊക്കെ നവോമി പറഞ്ഞു കൊടുക്കുമ്പോൾ രൂത്ത് ഓർപ്പയൊക്കെ അവരുടെ കെമേഷ് ദേവനെ കുറിച്ച് ചിന്തിക്കും. ഈ ദേവനിലൂടെ ഇതൊന്നും നടക്കത്തില്ല. കാരണം ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവൻ, എരിഹോ കോട്ടയെ തകർത്തവൻ, യോർദാനെ രണ്ടായി കീറിയവൻ, 40 വർഷം തൻ്റെ മക്കൾക്ക് സ്വർഗീയ മന്നായും കാടപക്ഷിയും കൊടുത്ത് മഹാത്ഭുതമായി നടത്തിയ ദൈവത്തെ കുറിച്ച് നവോമി പറയുമ്പോൾ ഇവർ ശ്രദ്ധയോടെ കേൾക്കും. ഇവർ ശ്രദ്ധയോടെ കേൾക്കും. ഓർപ്പ ചിന്തിച്ചു, ഈ ദൈവം കൊള്ളാലോ, ഈ ദൈവം കൊള്ളാലോ, ഈ ദൈവത്തെ സേവിച്ച നന്മകൾ ലഭിക്കും, ഈ ദൈവത്തെ സേവിച്ച കൊട്ടാരങ്ങൾ ലഭിക്കും, ഈ ദൈവത്തെ സേവിച്ച ഈ ഭൂമിയിലെ സുഖങ്ങൾ ലഭിക്കും. ഇതൊക്കെ തരും കേട്ടോ. ഇത് തരാത്ത ഒരു ദൈവത്തെ ഒന്നുമല്ല നമ്മൾ സേവിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പുറകിലാ, ഈ ചിന്ത പുറകിലാ. നമുക്ക് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ അങ്ങ് തരും. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ആശ്രയിക്കരുത് ഒരു ദൈവത്തിൻ്റെ പൈതൽ. ഇതിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിലായിരിക്കണം ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ. ഓർപ്പ ചിന്തിച്ച് എന്നാന്നറിയാവോ? നവോമിയുടെ കൂടെ ബേത്ലഹേമിലേക്ക് ചെന്ന നല്ലൊരു കുടുംബജീവിതവും ഭർത്താവും മക്കളും, ഹല്ലേലൂയ, നല്ല വീടും സൗകര്യം ഒക്കെ കിട്ടും. ഇത് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഓർപ്പ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച് കരഞ്ഞ എന്ത് ചെയ്തു? അവളുടെ അമ്മയുടെ വീട്ടിലേക്ക്, സ്വന്തം ഭവനത്തിലേക്ക് പോയി. എന്നാൽ ഒരു കാര്യം കേൾക്കണമോ? ഈ വചനമെല്ലാം പറയുമ്പോൾ ഈ ദൈവത്തെ രൂത്ത് രുചിച്ചറിയുകയായിരുന്നു. ഹല്ലേലൂയ. ഇവൾ അതിനെ അങ്ങ് ഏറ്റെടുക്കുകയാ. ഹല്ലേലൂയ. ഇവളങ്ങ് അനുഭവിച്ചെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. നവോമിയുടെ ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തെ എനിക്കും വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നവോമിയുടെ ജനം, ആ ജനത്തെ എനിക്ക് കാണണം. ഹല്ലേലൂയ. ആ ദൈവത്തെ എനിക്ക് വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനമെല്ലാം പറയുമ്പോൾ അവൾക്ക് അതുവരെ ലഭിക്കാത്ത സന്തോഷവും ആനന്ദവും അവളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി. പക്ഷെ ഈ ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവൾക്ക് ആശ്വാസ. ഹല്ലേലൂയ. അവൾക്ക് ആ ഒറ്റപ്പെടൽ മാറുക. ഇത് ഹല്ലേലൂയ അറിഞ്ഞ അവൾ ഹല്ലേലൂയ മനസ്സിൽ ചിന്തിച്ചു, ഈ ദൈവത്തെ എനിക്ക് വേണം. ഈ ദൈവം മറ്റൊന്നും കിട്ടിയില്ലല്ലോ, ഈ ദൈവത്തെ വേണം. രൂത്തിനോട് നവോമി പറഞ്ഞു, മോളെ, നിന്റെ സഹോദരി ഓർപ്പ അവളുടെ അമ്മയുടെ ഭവനത്തിലേക്ക് പോയി, നിനക്കും പോകാം. ഹല്ലേലൂയ. ആ സമയത്ത് രൂത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ എന്നെ എന്ത് ചെയ്യരുത്, പറഞ്ഞു വിടരുതേ. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. ഹല്ലേലൂയ. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. നീ എവിടെയാണോ അടക്കപ്പെടുന്നത്, ഞാൻ അവിടെ അടക്കപ്പെടുള്ളൂ. എനിക്ക് ഈ ലോകത്തിന്റെ ഒന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് ഈ ദൈവത്തെ മതി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ ദൈവത്തെ മതി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, യഹോവയെ രുചിച്ചറിഞ്ഞവർ അവനെ വിട്ടു മാറത്തില്ല. ഇന്ന് പകൽ യേശുവിനെ രുചിച്ചറിഞ്ഞ എത്ര പേരുണ്ട്? യേശുവിനെ രുചിച്ചറിഞ്ഞ എത്ര പേരുണ്ട്?
രുചിച്ചറിഞ്ഞവർക്ക് നിന്ന ഒരു വിഷയമല്ലെന്നേ, അപമാനം ഒരു വിഷയമല്ലെന്നേ. ഒറ്റപ്പെടലിന്റെ മധ്യം അവർ എന്ത് ചെയ്യും? സ്തോത്രം ചെയ്യും. നിന്ന വരുമ്പോൾ, പരിഹാസം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ദൈവത്തിൽ അവർ ആശ്രയിക്കും. കാരണം പ്രതികൂലങ്ങളുടെ മീതെ നടന്നു പ്രതികൂലങ്ങളെ അമർച്ച ചെയ്ത ഒരു ദൈവമാണ് തന്റെ മക്കൾക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവദാസി പറഞ്ഞല്ലോ, രൂത്തും നവോമിയും കൂടെ കെട്ടൊക്കെ ആയിട്ട് അവർ നടക്കുക. അവരെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അവർ ബേത്ലഹേമിലേക്ക് 60 മൈൽ അവർ നടന്നു. ഹല്ലേലൂയ വന്നു. അപ്പൊ ഈ നടന്നു വരുമ്പോ ഒരു കാര്യം നോക്കണേ പ്രിയപ്പെട്ടവരെ, അവർ നോക്കുമ്പോ കൊയ്ത്ത് നടക്കുക. ഇവരെപ്പോഴാ വന്നേന്നറിയാവോ? യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലാ. എവിടെ വന്നേന്നറിയാവോ? ബേത്ലഹേമിൽ വന്ന്. രൂത്ത് നോക്കുമ്പോ ഉണ്ടല്ലോ കൊയ്ത്ത് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ. വളരെ സന്തോഷത്തോടെ അവൾ അവളുടെ ഭവനത്തിലെത്തി. അതിനിടയ്ക്ക് കുറച്ച് സംഭവമുണ്ട്, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. എൻ്റെ വേറൊരു വിഷയം എനിക്കുണ്ട് 2-ാം അധ്യായത്തിലേക്ക്. അതിലേക്ക് ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹിക്കുക. ഇവിടെ വീട്ടിൽ വന്ന സമയത്ത് അവൾ നോക്കുമ്പോ എന്തില്ല കഴിക്കാൻ, ഭക്ഷണമില്ല. അവളുടെ അമ്മായിയമ്മ ഹല്ലേലൂയ പ്രായമായ സ്ത്രീയാ. അവൾ ചിന്തിച്ചു, ഞാനിങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല, ഹല്ലേലൂയ ഞാൻ ഇറങ്ങിയേ മതിയാവോ. അവൾക്കറിയാം, അവൾ പോരുമ്പോൾ ഒരുപാട് പാടങ്ങൾ കണ്ടു, ഒരുപാട് ജോലിക്കാർ അവിടെ കൊയ്യുന്നത് അവൾ കണ്ടു. അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഹല്ലേലൂയ എന്നോട് ദയ കാണിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രൂത്ത് നവോമിയോട് പറയാ, അമ്മേ എന്നോട് ദയ കാണിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്, ചില വർഷങ്ങൾ ബാക്കിലേക്ക് നോക്ക്. ആരെങ്കിലും ദയ കാണിക്കുമോ? ആരെങ്കിലും കരുണ കാണിക്കുമോ എന്ന് ഹല്ലേലൂയ ആലോചിച്ചുകൊണ്ട് തകരപ്പെട്ടവരായി നടന്ന ഒരു ചരിത്രം നമുക്കില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. 1986 എൻ്റെ പിതാവ് എനിക്കും എൻ്റെ സഹോദരനും എൻ്റെ മാതാവിനും വിഷം തന്ന് ഒരുമിച്ച് മരിക്കാനിരുന്നതാ. കാരണം 81 മുതൽ 86 വരെ നീണ്ട രോഗം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മാറി മറ്റൊന്നായി രോഗങ്ങൾ. എൻ്റെ മാതാവ് രോഗി, എൻ്റെ സഹോദരനുണ്ടായപ്പോൾ അവന് ബ്രെയിൻ ട്യൂമർ എന്ന് വേണ്ട. അന്ന് എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനാ. കൂലിപ്പണി ചെയ്ത എന്താ കിട്ടുന്നത്? വളരെ തുച്ഛമായ വരുമാനം. എൻ്റെ പിതാവ് തകർന്നു. ഇതിനിടയ്ക്ക് ആരെങ്കിലും ദയ കാണിക്കുമോ എന്ന് ചിന്തിച്ച് പള്ളികളിലൂടെ ഒക്കെ നടന്നു. ഹല്ലേലൂയ. പ്രശസ്തമായ പള്ളികളിലൂടെയും മലകളിലൂടെയും ഒക്കെ നടന്നു. അവിടെ ഒന്നും വിടുതൽ കിട്ടാതായപ്പോൾ 3 ഹല്ലേലൂയ സ്ഥലങ്ങളിലൂടെ എന്ത് ചെയ്തു? എൻ്റെ പിതാവ് പോയി. ഒരിടത്തും ദയ കാട്ടിയില്ല കേട്ടോ, ദയ കിട്ടിയില്ല. അങ്ങനെയാ ഹല്ലേലൂയ 86 ഒരുമിച്ച് അങ്ങ് മരിച്ചേക്കാം. കാരണം എൻ്റെ ബ്രദർ, ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ഹല്ലേലൂയ 86 ഒക്കെ ആയപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഇവന് രക്ഷയില്ല, ഇവൻ മരിക്കത്തേ ഉള്ളൂ. എൻ്റെ പിതാവിനെ കൊണ്ട് കഴിയുന്ന സകലതും ചെയ്തു. അല്ലെങ്കിൽ എൻ്റെ മാതാവിനെ കുറിച്ച് പറഞ്ഞു, ഇവരും എന്ത് ചെയ്യത്തില്ല, മുന്നോട്ട് പോകത്തില്ല, മരിക്കത്തേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പിതാവ് ചിന്തിച്ചത് അങ്ങ് ഒരുമിച്ച് അങ്ങ് ആത്മഹത്യ വിഷം കൊടുത്ത് എല്ലാവരും കൂടെ എന്ത് ചെയ്തേക്കാം, അങ്ങ് മരിച്ചേക്കാം. അങ്ങനെ 86 സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ പിതാവ് അങ്ങനെ ചിന്തിച്ച് കിടക്കുന്ന സമയത്ത് ഒരു പാതി മയക്കത്തിലേക്ക് വീണപ്പോൾ, ഹല്ലേലൂയ ഇത് ചെയ്തേ മതിയോ, വിഷം മേടിക്കണം, 3 പേർക്ക് അങ്ങ് കൊടുത്ത് താനും കഴിക്കാം എന്ന് ചിന്തിച്ച് ആ ദിവസം അന്ന് രാത്രിയിൽ എൻ്റെ പിതാവ് കിടക്കുന്ന സമയത്ത് പാതി മയക്കത്തിൽ എൻ്റെ പിതാവ് ഹല്ലേലൂയ ഒരു കാഴ്ച കണ്ടു. ആ റൂമിലേക്ക് ഒരു വെളിച്ചം എന്ത് ചെയ്തെന്നറിയാവോ? വന്നു. ഒരു കരം കൂടെ വന്നു. എന്നിട്ട് ഹല്ലേലൂയ ഒരു ശബ്ദം കേൾക്കുക, നീ മരിക്കണ്ട. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി, ഒന്നും കാണുന്നില്ല. അങ്ങനെ ആ ശ്രമം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇനി എങ്ങനെ ജീവിക്കണം? അങ്ങനെ ആ തൃശ്ശൂർ ജില്ലയിൽ മാറ്റാമ്പുറം എന്ന സ്ഥലത്ത് ഹല്ലേലൂയ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ഹോളുണ്ട്. എല്ലായിടത്തും പോയതാ, മറ്റ് 3 സ്ഥലങ്ങളിൽ കൂടെ പോയതാ. അവിടെ ഒന്നും വിടുതൽ ലഭിച്ചില്ല. അപ്പോഴാണ് അവിടെ നിന്ന് പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്നത്. ദൈവജനം ഒരുമിച്ചിരുന്ന് പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ പിതാവിന് തോന്നി, എല്ലായിടത്തും പോയതല്ലേ, ഇവിടെയും കൂടി ഒന്ന് പോകാം. അങ്ങനെ പോയതാ. ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യേ ഈ ദൈവ
ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കാരണം പ്രൈസല്ലോ ഹല്ലേലൂയ. എൻ്റെ പിതാവ് അലഞ്ഞു രൂത്തിനെ പോലെ. ആരെങ്കിലും ദയ കാണിക്കുമോ? ആരെങ്കിലും കരുണ കാണിക്കുമോ? ഒരുത്തൻ ദയ കാണിച്ചു കേട്ടോ, അത് നമ്മുടെ കർത്താവാ. പ്രൈസല്ലോ ഹല്ലേലൂയ. അത് കർത്താവാ. ഈ കർത്താവിനെ എത്ര ഉയർത്തിയാലും മതിയാവത്തില്ല. ഇതുപോലൊരു ദൈവം ഇല്ലേ ഇല്ല. തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, തൻ്റെ മക്കളെ കരുതുന്ന, തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന, തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഇതുപോലൊരു ദൈവം ഇല്ലേ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ആ ഹോളിലേക്ക് എൻ്റെ പിതാവ് ചെല്ലുകയാ. അവിടെ ചെല്ലുമ്പോൾ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു. ഗസ്റ്റായിട്ട് ഒരു പ്രീച്ചറുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് വായിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞൊരു കാര്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കാം. ഈ വചനത്തിൻ്റെ മുൻപിൽ എൻ്റെ പിതാവ് സമർപ്പിച്ചോ. ഹല്ലേലൂയ. ദൈവദാസന്മാർ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഞങ്ങളോട് പിന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ്. പ്രൈസ് ദി ലോർഡ്. എന്തോ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ഒരു ഫീല്. പിന്നെ ഒരു ഭയങ്കര സന്തോഷം. അതുവരെ നെഞ്ചിപ്പ് പൊട്ടിപ്പോകുമെന്നുള്ള വേദനയിലായിരുന്നേ. എന്നാൽ ആ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അതുവരെ തകർത്തിരുന്ന ആ സ്പിരിറ്റ് എന്ത് ചെയ്തെന്നറിയാവോ? അഴിഞ്ഞുപോയി. ഭയങ്കര സന്തോഷം. പിന്നെ എല്ലാ പ്രാർത്ഥനയ്ക്കും പോകും. ചിലരെയൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ മലയാളത്തിൽ ഉന്തി മരം കയറ്റുന്നവരാരും നിൽക്കത്തില്ല കേട്ടോ. ഞങ്ങളൊന്നും പോയത് ഉന്തി മരം കെട്ടിയിട്ടല്ല. ഹല്ലേലൂയ. കർത്താവ് ജീവിതത്തിൽ സന്തോഷം തന്നപ്പോ, വിടുതൽ തന്നപ്പോ ഈ യേശുവിനെ എങ്ങനെയാ സേവിക്കാതിരിക്കാൻ പറ്റുന്നത്? കൂട്ടായ്മകൾ എങ്ങനെയാ പോവാതിരിക്കാൻ കഴിയുന്നത്? എൻ്റെ കർത്താവ് എൻ്റെ ബ്രദറിനെ സൗഖ്യമാക്കിയേ. ബ്രെയിൻ ട്യൂമർ എന്ന രോഗം എൻ്റെ ബ്രദറിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? മാറ്റി. എൻ്റെ അമ്മയെ സൗഖ്യമാക്കിയേ. ഇന്ന് എൻ്റെ സഹോദരൻ ഒരു ശുശ്രൂഷകനാ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ വേല ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവും എൻ്റെ സഹോദരനും ഞങ്ങളെല്ലാവരും ഒരു മിഷണറി കുടുംബമാണ് ഞങ്ങളുടേത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കർത്താവിനെ എങ്ങനെയാ സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നത്? അതുപോലെ രൂത്ത് പറഞ്ഞു, അമ്മേ ആരെങ്കിലും എന്നോട് ദയ കാണിക്കുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദയ കാണിക്കുന്നവരെ നോക്കി പോയവളെ എവിടേക്കാ കൊണ്ടെത്തിച്ചെന്നറിയാവോ? ബോവസിന്റെ വയലിലേക്കാ. ബോവസിന്റെ വയലിൽ അവളെ ദൈവം എത്തിച്ചു. അവിടെ പറയുന്നു, ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിലെത്തി. ഹല്ലേലൂയ. പാലക്കാട് ഒരു സംഭവം. പാലക്കാട് അവിടെ AG ചർച്ചിൽ ഒരു ബ്രാഹ്മണ കുടുംബം കൂടുന്നുണ്ട്. പാലക്കാട് AG ചർച്ചിൽ ഒരു ബ്രാഹ്മണ കുടുംബം, ഉന്നത രീതിയിൽ ജീവിച്ച കുടുംബമാണ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. എന്നാൽ മദ്യപാനത്തിലേക്ക് ആ മനുഷ്യൻ പോയി അങ്ങനെ കടം കയറി വീട്ടിൽ വരാതായി, കുടിച്ച് പലയിടങ്ങളിൽ കിടക്കാൻ തുടങ്ങി. അങ്ങനെ ആകെ ഭവനത്തിന്റെ അവസ്ഥ തന്നെ മാറി. ഉന്നതമായ നിലയിൽ ജീവിച്ചവർ അടിത്തട്ടിലേക്ക് പോയപ്പോൾ ഈ സ്ത്രീ ചിന്തിച്ചു, ഇനി എന്തിനാ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. നാണക്കേട് മുഖാന്തരം ഒരു കാര്യം ഈ സ്ത്രീ ചിന്തിച്ചു. ആ സ്ത്രീ അവരുടേതായ രീതിയിൽ കർമ്മങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തതാ. എന്നാൽ ഒരു പ്രതിശാന്തി ആ സ്ത്രീക്ക് ലഭിച്ചില്ല. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ആ സ്ത്രീ ചിന്തിച്ചു, വിഷം കൊടുത്ത് കൊന്നേക്കാം. തൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും ഭർത്താവും വരുമ്പോൾ വിഷം കൊടുത്ത് കൊന്നേക്കാം. ദുഃഖമുണ്ട്, മരിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ ദുഃഖിച്ച് വിഷമൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ സഹോദരി വളരെയധികം വേദനയോടുകൂടെ ആ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് സങ്കടത്തോടെ ആ അടുക്കളയിൽ ആ നിലത്തങ്ങ് ഇരുന്നു. കാലെല്ലാം നീട്ടി വെച്ച് ഇരുന്നിട്ട് ഒരു നെഞ്ചത്തൊരു അടി അടിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം അല്ലാതെ ഏതെങ്കിലും ഒരു ദൈവം ഞങ്ങളെ രക്ഷിപ്പാനുണ്ടോ എന്ന് ചോദിച്ച് വാവിട്ട് കരഞ്ഞിട്ട് മയങ്ങി അങ്ങ് പോയി. മയക്കത്തിലാ യേശു കർത്താവ് പാലക്കാട് ജില്ലയിലെ ആ ബ്രാഹ്മണ കുടുംബത്തിലേക്ക് എൻ്റെ യേശു ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ സ്ത്രീയോട് പറഞ്ഞു, ഞാനുണ്ട് നിന്നെ രക്ഷിപ്പാൻ. ഇന്ന് അവർ AG ചർച്ചിൽ ജപമണി പാസ്റ്റർ അവിടെ കൂടുന്നുണ്ട്. ആ സ്ത്രീയോട് ഓരോരോ കാര്യം കർത്താവ് പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവ് നാളെ 6 മണിക്ക് രാവിലെ വരും. നീ ഇന്ന സ്ഥലം ജപമണി എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്,
നീ അവിടേക്ക് ചെന്നാൽ എന്നെക്കുറിച്ച് നിനക്ക് കൂടുതൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് യേശു ഹാലലിയ മറഞ്ഞു. പെട്ടെന്ന് ആ സ്ത്രീ എഴുന്നേറ്റു. ഇതങ്ങ് ഉള്ളിൽ യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. രാവിലെ ആ കൃത്യം 6 മണിക്കുണ്ട് കോളിംഗ് ബെല്ലടിക്കുന്നു. തൻ്റെ ഭർത്താവ് വരുന്നു. യേശു പറഞ്ഞു ഒരു കാര്യം നടന്നു. ഇവൾ ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി, നമുക്കൊന്ന് നോക്കി നോക്കാം അങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ടോയെന്ന്. ഹാലലിയ അന്വേഷിച്ചപ്പോൾ ജപമണി എന്നൊരു പാസ്റ്റർ ഉണ്ട്. കേൾക്കണമോ, ഇവർ കുടുംബമായി ആ ദൈവദാസന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ദൈവദാസൻ ദൈവാത്മാവിൽ അവരുടെ സകല ചരിത്രങ്ങൾ പറയുക മാത്രമല്ല, ഇന്നലെ യേശു കർത്താവ് വന്നിട്ട് ആ ബ്രാഹ്മണ സ്ത്രീയോട് എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം ആ ദൈവദാസനിലൂടെ ദൈവാത്മാവ് ഇവരോട് സംസാരിച്ചപ്പോൾ അവിടെ മുട്ടുകുത്തി. ഹല്ലേലൂയ! അവിടെ മുട്ടുകുത്തി യേശുവിനെ മതി എന്ന് പറഞ്ഞു. അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി കർത്താവിന്റെ സാക്ഷികളായി പാലക്കാട് ജില്ലയിൽ അവരുണ്ട്. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്, ഹല്ലേലൂയ, പഴയ നിയമത്തിൽ ഭാഗ്യവശാൽ എന്നാണെങ്കിൽ പുതിയ നിയമത്തിൽ ഇതിന് പറയുന്ന പേര് ഭാഗ്യവശാൽ എന്നല്ല, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! കൃപയാലല്ലോ. ഹല്ലേലൂയ! കൃപ. എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നോ സിസ്റ്ററെ? എന്തെങ്കിലും യോഗ്യതയുണ്ടോ നമുക്കൊക്കെ? ഹല്ലേലൂയ! ഈ നല്ല ബോവസിന്റെ വയലിലെത്താൻ, ഈ സന്തോഷം അനുഭവിപ്പാൻ, ഈ അനുഗ്രഹം പ്രാപിപ്പാൻ ആ ഒരു യോഗ്യത ഉണ്ടായിരുന്നല്ലോ. പക്ഷെ കൃപ, എന്താ കൃപ? അർഹതയുള്ളത് തന്നില്ല, അർഹതയില്ലാത്തത് തന്നു. എന്താ? ദൈവ കൃപ ഇവിടെ വ്യാപരിക്കുകയോ, ദൈവ ശക്തി ഇവിടെ വ്യാപരിക്കുകയോ. Oh Jesus, Jesus, hallelujah. കൃപ എന്ന വാക്കിന്റെ അർത്ഥം അർഹതയുള്ളത് തന്നില്ല, അർഹതയില്ലാത്തത് തന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. എന്താ അർഹതയുള്ളത് സിസ്റ്ററെ? നിത്യ നരകം. പ്രൈസ് ദി ലോർഡ്. അതിനെ തന്നില്ല. അർഹതയില്ലാത്ത നിത്യജീവനെ കർത്താവ് തന്നു. അർഹതയില്ലാത്ത സമാധാനത്തെ കർത്താവ് തന്നു. അർഹതയില്ലാത്ത ഹാലയിലെ സ്വർഗരാജ്യത്തെ കർത്താവ് തന്നു. ഹല്ലേലൂയ! കെ.സി. ജോൺ എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ വാക്കുകളെ കടമെടുത്ത് ഞാൻ പറഞ്ഞോട്ടെ. ഈ കൃപയുണ്ടല്ലോ അനേക ഭവനങ്ങളെ താണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ഭവനത്തിലേക്ക് എത്തി. എത്രയോ ഭവനങ്ങളെ കവർ ചെയ്തിട്ടാണെന്നറിയാമോ ഈ കൃപ നമ്മുടെ ഭവനത്തിലേക്ക് എത്തിയത്? ഹല്ലേലൂയ! അനേക ഭവനങ്ങളെ താണ്ടി അനേക ഉന്നതന്മാരെ ഹല്ലേലൂയ നോക്കാതെ പാവപ്പെട്ട നമ്മുടെ ഭവനത്തിലേക്ക് ഈ കൃപ ഒഴുകിയെത്തി. ഇന്നേക്ക് 1986 വട്ടപ്പാറ എന്ന കുന്നിന്റെ പുറത്തുള്ള ഹല്ലേലൂയ ആ ഓലമേഞ്ഞ വീട്ടിലേക്ക് ഈ കൃപ എത്തികട്ടോ. ഹല്ലേലൂയ! ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്ന എന്റെ കുടുംബത്തിലേക്ക് ഈ കൃപ എത്തി. ഹല്ലേലൂയ! ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിൽ എത്തിയതുപോലെ ഭാഗ്യവശാൽ കൃപയാൽ കർത്താവ് എന്ന ബോവസിന്റെ വയലിലേക്ക് നമ്മളെ എത്തിച്ച ദൈവ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുക.
റബബബസ്യ ദിരാദര റിഗാമന ജുഡാദര ദിരസ്യാന റബനക റബസ്യാന ദിരാദര റിഗാമന ജുഡാദര റിഗാമാനസ്യ അർബമാന ജുഡാദര ഓ റിഗനെ ധിരദേ റിഗാമാനസ്യ. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഒന്ന് നോക്കണേ, രൂത്ത് എവിടെ എത്തിയെന്നറിയാവോ? ബോവസിന്റെ വയലിലെത്തി. ഇനി ബോവസിന്റെ വയലിന് ചില പ്രത്യേകതകളുണ്ട്. ബോവസിന്റെ വയലിലെ ജോലിക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ രൂത്തിനും ബോവസിനും ചില പ്രത്യേകതകളുണ്ട്. അത് ഞാൻ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പോകുകയാ. ഇവൾ എന്ത് ചെയ്തെന്ന് അറിയാവോ? അതിക്രമിച്ചൊന്നും കയറിയില്ല. ഈ വയലിലേക്ക് എത്തിയപ്പോൾ ഇവൾ എന്ത് ചെയ്യുന്നത്? പിന്നാലെ. ഹല്ലേലൂയ. മുന്നോട്ടൊന്നും ഓടിപ്പോയില്ല, ആർത്തിയോടെ പിടിച്ച് വലിച്ചൊന്നും ഇല്ല കേട്ടോ. ഇതാ ഈ ബോവസിന്റെ വയലിന്റെ പ്രത്യേകത. അവിടെ അത്യാഗ്രഹം ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവിന്റെ വയലിന്റെ പ്രത്യേകത അവിടെ അത്യാഗ്രഹം ഇല്ല, അവിടെ പകയില്ല, അവിടെ പിണക്കമില്ല, അവിടെ അസൂയയില്ല. അവരെല്ലാവരും സമാധാനമുള്ളവരാ. ഹല്ലേലൂയ. ഒരുവൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠരായി കാണുന്നതോ ഹല്ലേലൂയ ബോവസിന്റെ വയൽ. യേശു ക്രിസ്തു എന്ന ബോവസിന്റെ വയലിന്റെ പ്രത്യേകത ഇതാ. ഇന്ന് നമ്മുടെ ഒരു കൂട്ടുവിശ്വാസിക്ക് അവർക്ക് വീടൊക്കെ ഉണ്ടാകുമ്പോൾ അസൂയ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, എന്താ അസൂയ. ഒരു കാര്യം സന്തോഷിക്കണേ, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് അവരുടെ മക്കളൊക്കെ ഉന്നതമായ നിലയിലൊക്കെ പോകുമ്പോൾ സന്തോഷിക്കാൻ മനസ്സുണ്ടോ? ഒരു കാര്യം ഓർക്കണേ, എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ചവരാ നമ്മൾ കേട്ടോ. എത്രയോ നിന്നേം പഴിയും അപമാനമൊക്കെ ഏറ്റ് ഇറങ്ങിത്തിരിച്ചവരാ നമ്മളൊരൊറ്റ അപ്പൻ്റെ മക്കളാ കേട്ടോ. നമ്മുടെ ഉള്ളിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. അസൂയ നമ്മുടെ കൂട്ടായ്മയിൽ പേർ പറക പോലും വരുത്. ഹല്ലേലൂയ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കൂട്ടു സഹോദരിയാ കേട്ടോ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു അപ്പത്തിൻ്റെ അംശികളാ, ഞങ്ങൾ ഒരു അപ്പൻ്റെ മക്കളാ. അവരെ അനുഗ്രഹിക്കപ്പെടണമേ. ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കണം. നിന്നെ അപമാനവും ഏറ്റ് വേദന അനുഭവിച്ച് ഇറങ്ങിത്തിരിച്ചവരാ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഹല്ലേലൂയ. ഇവിടെ ആർത്തിയൊന്നുമില്ലെന്നേ. ഹല്ലേലൂയ. മറ്റവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിയൊന്നും ഇവിടെ ഇല്ല. പ്രൈസ് അല്ല. അതൊക്കെ പുറത്താ. ദൈവസഭയിൽ പരസ്പര സ്നേഹമാ. ഹല്ലേലൂയ. ഒരു കുറവും ഇല്ലാത്ത കൊരിന്ത്യ സഭയെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കൃപാവരങ്ങളിൽ ഒരു കുറവും ആർക്കില്ല, കൊരിന്ത് സഭയ്ക്കില്ല. പക്ഷേ അവിടെ ഹല്ലേലൂയ എന്തു വന്നെന്നറിയാം? പിണക്കം വന്നു, പക്ഷം തിരിഞ്ഞു. ഹല്ലേലൂയ. അവരുടെ ജഡം പൊങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. പൗലോസ്ലീഹ 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ സഭയിലുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഹല്ലേലൂയ പ്രവചന ശുശ്രൂഷയുണ്ട്, കൃപാവരങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്, വീര്യപ്രവൃത്തികൾ ദൈവസഭയിലുണ്ട്. പക്ഷെ ഇതൊക്കെ ശ്രേഷ്ഠ വരം, ഇതൊക്കെ നിങ്ങൾ വാഞ്ചിക്കണം. പക്ഷെ ഇതിൻ്റെ മുകളിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് ഞാനൊരു അതിശ്രേഷ്ഠ മാർഗം പറഞ്ഞു തരാം. അത് മറ്റൊന്നുമല്ല, ഹല്ലേലൂയ സ്നേഹമാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിച്ചു രോഗി സൗഖ്യമാകുന്നു, നമ്മൾ പ്രാർത്ഥിച്ച ഒരു ഭൂതം വിട്ടുപോകുന്നു, ഒരു പാപി മാനസാന്തരപ്പെടുന്നു. ഇതൊക്കെ ശ്രേഷ്ഠ വരങ്ങളാ, വീര്യപ്രവൃത്തികളൊക്കെ നല്ലതാ. പൗലോസ്ലീഹ പറയുകയാ ഇതെല്ലാം നല്ലതാ. പക്ഷെ ഇതിന്റെ മീതെ ഹല്ലേലൂയ നിങ്ങളിൽ വെളിപ്പെടേണ്ടത് സ്നേഹമാക്കരുത് സഭയെ. സ്നേഹം. ഹല്ലേലൂയ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ഏത് സ്നേഹം ദൈവദാസി? മാനുഷിക സ്നേഹമല്ല. നമ്മളിൽ വെളിപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. കർത്താവുണ്ടല്ലോ, കർത്താവിൻ്റെ ഭാവം നമ്മളിൽ വേണ്ടത്. അതിനൊന്ന് വിവരിക്കാൻ എനിക്ക് സമയമില്ല, ഇതിലേക്ക് എനിക്ക് വരണം. ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഒരുത്തനെ കാണിക്കുമ്പോൾ എന്നേക്കാൾ ശ്രേഷ്ഠരവർ. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഈ സിസ്റ്ററെ കാണുമ്പോൾ കർത്താവേ ഈ മകൾ എന്നേക്കാൾ ശ്രേഷ്ഠയാ, ഈ ദൈവദാസി എന്നേക്കാൾ ശ്രേഷ്ഠയാ, ഇങ്ങനെ ഞാൻ ചിന്തിച്ച സിസ്റ്റർ ഒന്ന് പറയുമ്പോൾ എനിക്ക് 2 പറയാൻ പറ്റുമോ സിസ്റ്ററെ?
ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഇവളെന്നേക്കാൾ ശ്രേഷ്ഠയാ. ഇതാ ദൈവത്തിൻ്റെ സഭ, ഇതാ ദൈവത്തിൻ്റെ സഭ. അതിനൊക്കെ വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാ ഈ ഒരു മനോഭാവം നമ്മളിൽ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ബോവസിൻ്റെ വയലിൽ രൂത്ത് എന്ന പെൺകുട്ടി ചെന്നപ്പോൾ അവളിലും വലിയൊരു വ്യത്യസ്തത. ഇത് എവിടെ നിന്നാ വെളിപ്പെട്ടെന്നറിയാവോ? അത് മോവാബിൽ വെച്ച് തന്നെ നവോമിയിൽ നിന്ന് ഇവൾക്ക് കിട്ടി. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സ്വഭാവം കൂടെ നമ്മളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അവൾ ഹല്ലേലൂയ അവരുടെ പുറകെ നടന്ന് എന്ത് ചെയ്യുക? സാവകാശം പെറുക്കുകയാ. അപ്പോഴാ ബോവസ് എന്ന ആ വയലിൻ്റെ ഉടമസ്ഥൻ വരുന്നേ, ബോവസ്. ഹല്ലേലൂയ. ഈ ബോവസിന്റെ പ്രത്യേകത മറ്റുള്ള യജമാനന്മാരെ പോലെ അല്ല കേട്ടോ. ഈ ബോവസ് വയലിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ ഒരൊറ്റ ഭൃത്യന്മാരെ ശാസിക്കുന്നത് കണ്ടോ? ഹല്ലേലൂയ. അവരെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ സുഖമാണോ? സുഖവിവരമൊക്കെ അന്വേഷിച്ചു. എത്ര നല്ല യജമാനനാണെന്നൊക്കെ അറിയാമോ ബോവസ്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇങ്ങനെയാ കേട്ടോ. നമ്മുടെ കർത്താവിന് എത്രയോ പ്രാവശ്യം നമ്മളവനെ തള്ളിയതാ അല്ലേ? എത്രയോ പ്രാവശ്യം അവനെ തള്ളിയതാ. എന്നിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ഇതാ ഈ ബോവസിന്റെ പ്രത്യേകത. ദൈവസഭ എന്ന വയലിൽ വന്നാൽ ഇവിടെ കാണാം സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സ്നേഹം തന്നെ. പാപം ചെയ്തിട്ടും അനുസരണക്കേട് കാണിച്ചിട്ടും അപ്പാ ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ മകളെ മകനെ എന്ന് പറഞ്ഞു ചേർത്ത് പിടിക്കുന്ന നല്ല ബോവസായ കർത്താവ് ഇവിടെയുണ്ട്. അവന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അവൻ വന്ന ഉടനെ തൻ്റെ ഭൃത്യന്മാരെ വഴക്ക് പറഞ്ഞില്ല കേട്ടോ. അവരെ അങ്ങ് അനുഗ്രഹിച്ചു. അവർ തിരിച്ചു പറഞ്ഞു ഹല്ലേലൂയ അങ്ങയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് കണ്ടുകൊണ്ട് രൂത്ത് നിൽക്കുക. ഓ, മറ്റു വയലുകളിലില്ലാത്ത ഒരു പ്രത്യേകത. ബോവസിന്റെ വയലിൽ സമാധാനമുണ്ട്. ബോവസിന്റെ വയലിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കളുടെ ദൈവസഭയിൽ ഡിവോഴ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡിവോഴ്സുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ഭിന്നതകളും വഴക്കുകളും ഹല്ലേലൂയ ദൈവ മക്കളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ജാതികളിൽ പോലും ഇല്ലാത്ത വഴക്കുകളാ എവിടെ? ദൈവത്തിൻ്റെ സഭയിൽ. മാറണം കേട്ടോ. ഹല്ലേലൂയ. മാറണം. ഭിന്നതയും ഹല്ലേലൂയ വഴക്കും എല്ലാം ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ പേർ പറക പോലും വരുത്. ദീർഘക്ഷമയാ നമുക്ക് വേണ്ടത്. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ ഹല്ലേലൂയ ഈ സഹോദരിയെ ഞാൻ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ കുറേ നേരം സഹോദരി എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും അല്ലേ? കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പറയുന്നതിനെയാണ് പറയുന്നത് ക്ഷമ. ക്ഷമ എല്ലാവർക്കും ഉണ്ട് കേട്ടോ മക്കളെ, ദൈവമക്കളെ. ക്ഷമ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ കർത്താവ് പറയുക ഹല്ലേലൂയ പൗലോസ്ലീഗ എഫെസോ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ വേണ്ടത് ദീർഘക്ഷമയാ. ഹല്ലേലൂയ. ദീർഘക്ഷമ. എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാത്ത, എത്ര അടിച്ചാലും തിരിച്ചടിക്കാത്ത ഹല്ലേലൂയ ആ ഒരു ദീർഘക്ഷമയാ ദൈവ മക്കളിൽ വേണ്ടത്. അടുത്തതുണ്ടല്ലോ ഹല്ലേലൂയ ബോവസ് ഈ രൂത്തിനെ നോക്കുകയാ. രൂത്തിനെ നോക്കുമ്പോൾ നല്ലൊരു പെൺകുട്ടി, അവൾ സാവകാശം അവിടെ പെറുക്കിക്കൊണ്ടിരിക്കുക. ആ ഭൃത്യനെ വിളിച്ചു, സൂപ്പർവൈസറെ വിളിച്ചിട്ട് ചോദിച്ചു ഇതേതാ ഈ പെൺകുട്ടി? ഹല്ലേലൂയ രൂത്തിനെ കുറിച്ച് നല്ലൊരു സാക്ഷ്യം പറയുകയോ. ഹല്ലേലൂയ ഈ പെൺകുട്ടി നവോമിയുടെ മരുമകളാ സാറേ. ഹല്ലേലൂയ. പക്ഷെ ഇവളുണ്ടല്ലോ, ഇവൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവൾ രാവിലെ മുതൽ പെറുക്കാൻ വന്നതാ. അല്പസമയ ഭവനത്തിൽ വിശ്രമിച്ചോളൂ. ഇതുവരെ ഈ നിമിഷം വരെ അവൾ പെറുക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളവരെയാ ദൈവസഭയ്ക്ക് വേണ്ടത്. ബോവസിന്റെ വയലിൽ മടിയുള്ളവരെ വേണ്ടെന്നേ. മടിച്ചുകളെ, മടിയന്മാരെ ഹല്ലേലൂയ ബോവസിന്റെ വയലിൽ വേണ്ട. ഊർജ്ജസ്വലതയുള്ളവരെ, എന്തിനു വേദിനു ഹല്ലേലൂയ പൗലോസിനെ പോലെ എരിവുള്ളവരെ മതി. എരിവുള്ളവരെ മടി പിടിച്ചിരിക്കുന്നവരെ വേണ്ട. ഹല്ലേലൂയ അല്പസമയം വിശ്രമിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ രൂത്ത് ഹല്ലേലൂയ എന്തുകൊണ്ട് നിന്നെ ദൈവം തിരഞ്ഞെടുത്തു? നിന്നിൽ കണ്ട ഒരു പ്രത്യേകതയാ. നീ മടിച്ചല്ല, നീ ഊർജ്ജസ്വലതയുള്ളവളാ. ഹല്ലേലൂയ. രൂത്തിനോട് ബോവസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ബോവസിന്റെ വയലിൽ ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മൾ എവിടെ എത്തിയിരിക്കുന്നതെന്നറിയാവോ? നല്ല ബോവസാകുന്ന കർത്താവിൻ്റെ വയലിലാണ് എത്തിയിരിക്കുന്നത്. ആ ബോവസിന്റെ വയലിലെ ചില പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ, ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോട് കൂടെ വന്ന മോവാബി യുവതിയാകുന്നു. അടുത്തതിന്റെ 8-ാം വാക്യം പറയാ.
കേട്ടോ, ആ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുക, ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാർത്തികളോട് ചേർന്ന് കൊള്ളുക. ബോവസിന്റെ വയലിൽ എത്തിക്കഴിഞ്ഞാൽ ബോവസ് പറയും, ഹല്ലേലൂയ, ഇവിടെ നിനക്കെല്ലാം ഉണ്ട്, ഇവിടെ നിനക്കെല്ലാം ഉണ്ടെന്നേ, ഇവിടുന്ന് നീ എവിടെ പോകണ്ട. യേശു കർത്താവിന്റെ അടുക്കൽ ഒരുവൻ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ ഏത് പ്രശ്നത്തിനും എൻ്റെ യേശു പരിഹാരകനാ. ഈ വയലിൽ നിനക്ക് ഏത് പ്രതിസന്ധിക്കും ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രത്യേകത, ഇവിടെ നിനക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരമാണ്. ഒരു പ്രശ്നത്തിനും പരിഹാരം കിട്ടാതെ പോകത്തില്ല. അതാ ബോവസിന്റെ വയലിന്റെ ഒരു പ്രത്യേകത. അടുത്ത അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ബോവസിന്റെ വയലിന്റെ മറ്റൊരു പ്രത്യേകത, ഒരു ശക്തിക്ക് പോലും നിന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ നിനക്ക് സംരക്ഷണമുണ്ട്, ഇവിടെ നിനക്ക് സംരക്ഷണമുണ്ട്. ഒരു മന്ത്രവാദത്തിനോ ഒരു ആഭിചാരത്തിനോ ഒരു ക്ഷുദ്രപ്രയോഗത്തിനോ ബോവസിന്റെ വയലിലുള്ളവരെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. തൊടാൻ പറ്റത്തില്ല. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല, ഒരു ദോഷവും ചെയ്യത്തില്ല. ഇതിനൊക്കെ ചവിട്ടാനുള്ള അധികാരം കുഞ്ഞെ നമ്മുടെ മേ ദൈവം തന്നിരിക്കുന്നത്. ഇനി അതിനെ ഒന്ന് ചെറുതായിട്ട്, കാരണം നമ്മളൊരു സൈന്യം അല്ലേ, കർത്താവിൻ്റെ പടയാളികൾ അവിടെ ഇരിക്കുന്നേ. ചില വർഷം മുൻപ് എൻ്റെ ഹസ്ബൻഡ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വചനം എന്നിൽ ക്രിയ ചെയ്യാൻ തുടങ്ങിയ. പിന്നെ എനിക്ക് ഒന്നിനും പേടിയില്ലാണ്ടായി. പ്രൈസ് അല്ലോ. ഒരു ശക്തികളെ എനിക്ക് പേടിയില്ലാണ്ടായി. ദൈവദാസൻ വചനം പ്രസംഗിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം ഇതൊന്ന് ഉള്ളിലേക്ക് കയറണമേ. നമ്മളിവിടെ കാലില് കുറേ വചനം കേട്ട് കൈയടിച്ചു പോകുന്നവരായിട്ടല്ല, നമ്മൾ ആളുമാറിയവരെ പോലെ പുറത്തു വരണം. ഇന്ന് പകൽ ഇവിടുന്ന് എഴുന്നേൽക്കുന്നത് ഹല്ലേലൂയ വന്നതുപോലെ അല്ല, ഹല്ലേലൂയ ആളു മാറിയവരെ പോലെ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞും എന്ത് ചെയ്യണം? ഹല്ലേലൂയ പുറത്തു പോകുമ്പോൾ ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ആളു മാറിയവരെ പോലെ എഴുന്നേൽക്കണം. എൻ്റെ യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം ഹല്ലേലൂയ എൻ്റെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു പറയുകയാ, ആദാമിനെ ഹവ്വയെ ചതിച്ച പിശാചുണ്ടല്ലോ, ഹല്ലേലൂയ, അവൻ അധികാരം മുഴുവൻ ഏറ്റെടുത്തതാ. ഭൂമിയുടെ അധികാരി അവനായിരുന്നു. എന്നാൽ യേശു കർത്താവ് ഹല്ലേലൂയ അവന്റെ തലയെ തകർത്തപ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കാൽവരി ക്രൂസിൽ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവന്റെ അധികാരത്തെ തകർത്ത് ആ അധികാരം പിടിച്ചു വാങ്ങി. എന്നിട്ട് യേശു തന്റെ സഭയോട് പറയുക, ഇനി അവന്റെ മേൽ അധികാരം എനിക്ക് അധികാരം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ആരുടെ കയ്യിലാ? യേശുവിൻ്റെ കയ്യിലാ. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ അധികാരം മുഴുവൻ അവൻ്റെ നിറവായ അവൻ്റെ സഭയിലേക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അധികാരം കർത്താവ് ആരുടെ മേലാ തന്നിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ മേലാ. ഈ ദേശത്തിൻ്റെ അധികാരി ആരാ മോളെ? ഈ ദേശത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന പൈശാചിക ഹല്ലേലൂയ ഗോപുരങ്ങളല്ല, നമ്മളാ. ദൈവസഭയാ. വിശ്വസിക്കുന്നുണ്ടോ? ദൈവസഭയാ ഇവിടുത്തെ അധികാരി. ഈ സത്യം നമ്മൾ അറിഞ്ഞാൽ സത്യം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യോ. ഒരു ശക്തി ഇളകി വരുമ്പോൾ പോവാൻ പറയണം, നീ പോകാൻ പറയണം. കാരണം ഞാൻ അധികാരി. ഇതങ്ങ് പറയുമ്പോൾ ദേശത്തിൻ്റെ ശക്തിയല്ല, ഏത് ശക്തികളും വിറയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വിറയ്ക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, സത്യം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഏത് സത്യം അറിയണോ? പിശാചിന്റെ തല തകർത്തു എന്നുള്ളൊരു സത്യം. പിശാചിന്റെ തല തകർത്തു. ഇന്ന് അവനല്ല അധികാരി, ദൈവത്തിന്റെ സഭയാ. ഹല്ലേലൂയ. ബോവസിന്റെ വയലിൽ സംരക്ഷണമുണ്ട്.
ഒരു മന്ത്രവാദത്തിനോ ആഭിചാരത്തിനോ നമ്മെ തൊടാൻ പറ്റത്തില്ല. അവിടെ എല്ലാം ഉണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. ഹാലലി അവൾക്ക് സന്തോഷമായി. ഈ ഹാലലി മോവാബ്യ സ്ത്രീയായ എന്നോട് ദയ തോന്നാൻ അങ്ങേക്ക് ദയ തോന്നിയല്ലോ. ഇത് പറഞ്ഞപ്പോൾ ബോവസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിനക്ക് യഹോവ പ്രതിഫലം തരുമാറാകട്ടെ. ഹാലലിയ നീ ഹാലലിയ മോവാബ്യ ദൈവത്തെ വിട്ട് മോവാബ്യരെ വിട്ട് നിന്റെ അമ്മായിയമ്മയോട് കൂടെ വന്നതും അമ്മായിയമ്മയോട് ചെയ്തതല്ലോ ഞാൻ അറിഞ്ഞു മോളെ, നിനക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരട്ടെ. നീ വന്നിരിക്കുന്നത് നവോമിയുടെ ചിറകിന്റെ കീഴിലല്ല കുഞ്ഞേ, ഹല്ലേലൂയ, എന്റെ കീഴിലുമല്ലോ. നീ വന്നിരിക്കുന്നത് യഹോവയുടെ ചിറകിന്റെ കീഴിലോ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിലോ. ഇവിടെ നിനക്ക് ശരണമുണ്ട്, അവൻ നിനക്ക് പരിചയോ. ഹല്ലേലൂയ. നീ വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ കീഴിലാ. ഇവിടെ നിനക്ക് എന്തുണ്ട്? സംരക്ഷണമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുക, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയ. ഹാലയിലെ ചുറ്റും പരിചയമാണെങ്കിൽ ഒരു ശക്തിക്ക് നമ്മെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. ഞാനിവിടെ നിർത്താൻ പോകുകയാ. ഹാലലുയ, ഈ ചിറകിൻ്റെ കീഴിലാണ് നമ്മൾ ശരണം പ്രാപിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നിനും കുറവില്ല കേട്ടോ. ഹാലലുയ, ഈ നല്ല ബോവസായ യേശുവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന ഹാലലെ പ്രിയപ്പെട്ടവരെ, രൂത്തിൻ്റെ ചരിത്രം ബോവസിന്റെ വയലിലെത്തിയ ചരിത്രം മാറി, ചരിത്രം മാറി. ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടിരുന്നവൾ, ഹല്ലേലൂയ, മാന്യത അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ബോവസിന്റെ വയലിൽ എത്തിയപ്പോൾ അവളുടെ ജീവിതം തന്നെ മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂത്തിന്റെ ജീവിതം തന്നെ മാറി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുക. നമ്മുടെ ചരിത്രം തന്നെ മാറ്റുന്ന ഒരു സ്ഥലത്തായി എത്തിയിരിക്കുന്നത്. ഹാലലി നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന ഒരിടത്തായി ഹാലലി നമ്മൾ വന്നിരിക്കുന്നത്. ഇവൻ്റെ ചിറകിൻ്റെ കീഴിൽ ആണോ ഹാലലിയോ നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തോ. ഏത് പ്രതികൂലമാണോ, ഏത് പ്രശ്നത്തിലാണോ നീ ഭാരപ്പെടുന്നത്, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന നല്ല ബോവസാ നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. അവൻ്റെ കരത്തിലാണ് നീ ഇരിക്കുന്നത്. ഹാലലുയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹാലലുയ ദൈവവചനം സംസാരിപ്പാൻ അവസരം തന്ന പ്രിയ ദൈവദാസിക്കും ദൈവസഭയ്ക്കും ഹാലലുയ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി മാത്രമല്ല, തലമുറ തലമുറയായി രൂത്തിനോട് പറഞ്ഞ കേട്ടോ മകളെ, നീ ഈ വയൽ വിട്ടു പോകണ്ട. നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതി പരമ്പരമായി നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. തലമുറ അപ്പനെ വിട്ടു പിരിയാതെ, അപ്പനെ വിട്ടു പോകാതെ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്ക്, പൂർണ്ണ മനസ്സോടെ അവനെ സ്നേഹിക്ക്, പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്ക്. സഭ ചേർന്ന് പാടിയാട്ടെ. നടക്കുക. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുക, അവിടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. ചിലരെ പരിശുദ്ധാത്മ തൊടുകയാ. നിന്റെ ജീവിതത്തിൽ നാളുകളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില നിന്ദകൾ മാറുകയാ, ചില ഭാരങ്ങൾ മാറുകയാ, ചില രോഗങ്ങൾ മാറുകയാ. സ്വർഗത്തിന്റെ സ്നേഹം നമ്മുടെ നടുവിലേക്ക് ആത്മാവിടെ ഇറക്കിയിരിക്കുക. ദൈവസ്നേഹം പാഞ്ഞൊഴുകിയ ക്രൂശിലൊഴുക്കപ്പെട്ട ദൈവസ്നേഹത്തിന്റെ സാന്നിധ്യവും തലമുറ തലമുറയായി, തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായ ദൈവം സ്നേഹത്തെ ധ്യാനിക്ക്. എത്ര പേർക്ക് ദൈവമക്കളെ എത്ര സ്നേഹിച്ചാൽ മതി. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മള്
മാത്രം നമ്മളെ നിയന്ത്രിക്കുവാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം. എത്രയോ വീടുകൾ താണ്ടി താണ്ടി നിന്റെ അടുക്കൽ വന്നു. എത്രയോ വ്യക്തികളെ താണ്ടി താണ്ടി നിന്റെ അടുക്കൽ വന്നു. എത്രയോ തലകൾ കഴിഞ്ഞ് യോഗ്യന്മാരെ താണ്ടി, ശ്രേഷ്ഠതയുള്ളവരെ താണ്ടി, പണമുള്ളവരെ താണ്ടി, ആ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ കൃപ, നീ ബോവസിന്റെ വയലിലോ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് പോയത്. അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു. ഓടി വന്ന് നിന്റെ വീട് കണ്ടുപിടിച്ചതല്ല, ചിലതിനെ താണ്ടി താണ്ടി നമ്മുടെ വീട്ടിലേക്ക് അടുത്തേക്ക് വന്നു. ആ ദൈവസ്നേഹം കേട്ടോ, മോവാബിൽ കിടന്ന രൂത്തിനെ ബത്ലഹേമിൽ കൊണ്ടുവന്ന് മാനിച്ച ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഓരോരുത്തരെ യേശു സ്നേഹിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് പൽക്കാലം യേശുപ്പാ, ആ സ്നേഹം മതി എനിക്ക്, നിന്റെ സ്നേഹം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട, നിന്റെ സ്നേഹം എനിക്ക് മതിയോ. അവനെ നീ സമ്പത്താക്ക്, അവനെ നീ എല്ലാം എല്ലാമായി മാറ്റ്. സമയം നമുക്ക് അധികമായി കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഞാൻ കുറിക്കാണ് കർത്താവിന്റെ ദാസിയെ വളരെ ശക്തമായി കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. അനൂത്തിന്റെ ചരിത്രങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. ഇത് നിങ്ങൾ പിറക്കിയിട്ടുള്ളവരെല്ലാം ഭാഗ്യമുള്ളവരെ. പിറക്കണം, എല്ലാം ഒരാൾക്ക് ടച്ച് ചെയ്യത്തില്ല. ഏതൊക്കെ ഒന്നും നിങ്ങളെ തൊട്ട് കാണും. നിശ്ചയമായി അത് പ്രകാരം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ கொடுத்த வாய்ப்புக்காக கர்த்தரை ஸ்தோத்திரிக்கிறேன். முதலாவதாக நான் நன்றி கூறிக்கொள்வது கர்த்தராகிய இயேசு கிறிஸ்துவுக்கு. காரணம், சீஜா சிஸ்டர் ரிப்போர்ட் வாசித்த போது ஒரு காரியம் சொன்னார்கள். 2023 ஸ்திரீகள் கூட்டம் மிகவும் நல்லபடியில் நாம் நடத்தினோம். அது கழிந்து அதுபடியும் நல்லபடியாக நடத்த வேண்டும் என்று நாம் நினைத்து முயற்சி எடுத்து கொண்டு இருக்கும்போது தான் நமக்கு ஒரு சிறிய பிரிவினைகள் வந்தது. ஸ்திரீகள் கூட்டம் முடிந்து போனதோ, இதோட கடைசி நேரமாயிருக்குமோ என்று நாம் நினைத்த நேரத்தில் எல்லாம் கர்த்தர் அதற்கு ஒப்பு கொடுக்காதபடி இந்த 2024 இப்படிப்பட்ட ஒரு ஆசீர்வாதமான ஒரு காரியத்தை கூடுகையை நடத்தி வந்த கர்த்தராகிய இயேசு கிறிஸ்துவுக்கு முதலாக என் நன்றியை தெரிவித்துக் கொள்கிறேன். அடுத்தபடியாக தலைமை தாங்கின நம்முடைய பாஸ்டர் அவர்களுக்கு நன்றியை தெரிவித்துக் கொள்கிறேன். கடந்து வந்த பாதைகள் எல்லாம் நமக்கு தெரியும். கண்ணுநீரின் பள்ளத்தாக இருந்தது, வனாந்திர பாதையாக இருந்தது. என்றாலும் கர்த்தர் நம்மை அதற்கொன்று ஒப்பு கொடுக்காதபடி எல்லா தேவனுடைய பிள்ளைகளும் சகோதரிகளாக இருக்கிற நாமும் கர்த்தருடைய தாசியுடைய கரத்தை நாம் ஒவ்வொரு ஜபத்திலும் ஏந்தி அவர்களும் நம்மை உற்சாகப்படுத்தி இவ்வண்ணமாய் நல்ல முறையில் இந்த மீட்டிங்கை சிறப்பித்து வைத்த கர்த்தருடைய பாஸ்டமாவுக்கு என்னுடைய நன்றியை தெரிவித்துக் கொள்கிறேன். அடுத்தபடியாக நான் நன்றி தெரிவித்துக் கொள்ள வேண்டியது நம்முடைய பாஸ்டர் அவர்களுக்கு. நமக்கு ஆறுதான் இருந்தாலும் ஆலோசனை தர ஒரு ஆள் வேணும் இல்லை. கர்த்தருடைய தாசர் நமக்கு நம்மோடு கூட என்று தேவையான ஆலோசனை தந்து நம்மை மட்டும் நடத்தினார். கர்த்தருடைய தாசருக்கு என்னுடைய நன்றியை தெரிவித்துக் கொள்கிறேன். அடுத்தபடியாக நன்றி சொல்ல வேண்டியது நம்முடைய மத்தியிலே வசனத்தை பேச வந்த கர்த்தருடைய தாசி லிஜி அவர்களுக்கு. நாம் வசனத்தை கேட்டது போல கர்த்தருடைய உன் செய்கைக்கு தக்க பலனை கர்த்தர் உனக்கு கட்டளையிடுவார். கர்த்தருடைய செட்டலின் கீழ் அடைக்கலமாய் வந்த உனக்கு அவராலே நிறைவான பலன் கிடைக்கும் என்று. நாம் வந்திருந்தது ஒரு மனுஷனுடைய கீழ் அல்ல, நான் கர்த்தருடைய செட்டின் கீழே இவ்வளவு நேரம் நாம் அமர்ந்து இருந்தோம். நான் வந்தது மாதிரி இல்லை, நல்ல பலனை அடைந்து திரும்பி போக கர்த்தர் நமக்கு கிருபை செய்திருக்கிறார். நல்ல ஒரு ஆலோசனை, கண்ணுநீரோடு வந்தவர்களுக்கு, கேள்வியோடு வந்தவர்களுக்கு ஏற்ற ஒரு நல்ல வசனத்தை கர்த்தர் தம்முடைய தாசி கொடுத்து நம்முடைய மத்தியிலே பகிர்ந்தார். அவளுக்கு என்னுடைய நன்றியை கர்த்தராகிய இயேசு கிறிஸ்து நாமத்தில் தெரிவித்துக் கொள்கிறேன். அடுத்தபடியாக நம்ம ஒர்ஷிப்பு நடத்தின பிரின்ஸு குழுவினர் அனைவருக்கும் நாம் நல்ல முறையில் ஒர்க்ஷிப்பு நடத்தி ஆராதனையை லீடு செய்த பிரின்ஸுக்கும் சகோதரிமார்களுக்கும் என்னுடைய நன்றியை தெரிவித்துக் கொள்கிறேன். அது கழிந்து அடுத்ததாக நன்றி கூற வேண்டியது வந்தது.
கடந்து வந்திருக்கிற ஒவ்வொரு சகோதரிமார்களுக்கும் நம்ம என்னதான் மீட்டிங் வைத்தாலும் நீங்கள் யாரும் வராவிட்டாலும் இங்கு ஒன்றும் நடக்க போகிறதில்லை. நீங்கள் எல்லாரும் ஒரு மனதோடு கடந்து வந்து இம்மட்டும் இந்த விழாவை சிறப்பித்தீர்கள், பொறுமையோடு இருந்தீர்கள். அதற்காக நான் உங்கள் அனைவருக்கும் என்னுடைய நன்றியை தெரிவித்துக் கொள்கிறேன். கடைசி நேரத்திலே நமக்கு பரிசுகளை வழங்கி ஊக்குவித்த எல்லா கர்த்தருடைய தாசிக்கும் எல்லாருக்கும் இதில் கலந்து கொண்ட ஒவ்வொருவருக்கும் என்னுடைய நன்றியை தெரிவித்துக் கொள்கிறேன். கர்த்தருடைய வருகை தாமதித்தால் 2025 இப்படியல்ல, அநேக புதிய சாட்சிகளும் இதை விடையும் மிகவும் நல்ல முறையில் நமக்கு ஒரு மீட்டிங் கர்த்தர் தர நாம் யாவரும் ஜெயிப்போம் என்று கூறிக்கொண்டு இந்த வாய்ப்பை அளித்த கர்த்தருக்கும் கர்த்தருடைய தாசிக்கு என்னுடைய நன்றியை சொல்லிக்கொண்டு என்னுடைய நன்றி ഉരയിലിരുന്ന് വിട പെറ്റുകൊള്ളുകേൻ. ഇവളും അനുഗ്രഹത്തോടെ കർത്താവ് നമുക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹമാക്കി തന്നതിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ ഉച്ചത്തിൽ പറയാം. ദാസൻ കിടന്നൊന്ന് പ്രാർത്ഥിക്കുന്നേ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, മനോഹരമായ നല്ല പകലിൻ്റെ വേളയ്ക്കായി തിരുമേനിക്ക് സ്തോത്രം ചെയ്ത് ദൈവമേ, വന്ന സമയം മുതൽ ഇതുവരെയും ക്രൂശിൻ്റെ ചുവട്ടിലായിരിക്കാൻ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ, ഞങ്ങളുടെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ, പാട്ടുപാടുവാൻ, ദൈവകൃപയിലാകുവാൻ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഈ സഭയെ കർത്താവ് ഇത്രത്തോളം പണിതല്ലോ കർത്താവേ. ദൈവം നിലനിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഇവിടെ കൂടി വരുന്ന എല്ലാ കുടുംബങ്ങളെ ഞങ്ങളുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ ജനത്തുമേ ദൈവാനുഗ്രഹം വാഴട്ടെ കർത്താവേ. ഈ സഹോദരിമാന്മേൽ ദൈവപ്രവൃത്തിക്കായി അഭിഷേകത്തിൻ്റെ പുതിയ പുതപ്പ് ദൈവം ഇടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഞങ്ങളുടെ വരവ് താമസിച്ച 2025 ആണ്ട് വലിയ ആനന്ദത്തിൻ്റെ, വിടുതലിൻ്റെ, ഉല്ലാസത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ ഒരു വർഷമായി തീരേണ്ടതിന് അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇതിനേക്കാൾ ഇരട്ടി പങ്ക് ശക്തിയോടെ, അഭിഷേകത്തോടെ, ബലത്തോടെ കർത്താവേ, സാക്ഷ്യത്തോടെ, പ്രതിഫലത്തോടു കൂടെ ദൈവത്തിൽ നിൽക്കുവാൻ സ്വർഗം സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുകയാണ്. നേതൃത്വം കൊടുക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളെ കർത്താവ് നിർത്തണമേ കർത്താവേ. ശക്തിയോടെ, ബലത്തോടെ, അധികാരത്തോടെ നിൽക്കുവാൻ വേണ്ടതായ ദൈവകൃപ, ആത്മാവിന്റെ ചൈതന്യം അങ്ങയുടെ മക്കളുടെ മേൽ അളവില്ലാതെ പകരേണ്ടതിന് ദൈവകൃപ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്വർഗമതി ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈ സഭയുടെ കർത്താവ് ഒരു വർദ്ധനയെ കൊടുക്കണമേ. ആത്മാവിന്റെ ബലം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷയുടെ ദാസനെ കുടുംബത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിമാരെ മീറ്റിംഗിൽ നായകത്വം വഹിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ കൈമാറി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇത് നിയന്ത്രിക്കുവാൻ ആവശ്യമായ ദൈവകൃപ അങ്ങയുടെ മക്കളുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ബെത്ലഹേമിന്റെ അകത്ത് ദിവ്യാത്മാവിനെ പകർന്ന് ജ്ഞാനത്തോട് നിർത്തിയതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ജ്ഞാനാത്മാവിനാൽ നിർത്തി ശക്തിയോടെ പരിപാലിക്കേണ്ടതിന് ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗമതി ചെയ്യുന്ന നന്മകൾ നിറയ്ക്കും, ബലത്തോട് നടത്തും. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പിതാവാം ദേശത്തിന് സ്നേഹവും പുത്ര യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മ ദൈവത്തിന്റെ സഹവാസം കൂട്ടാമെന്നാച്ചോ സകല വിഷയത്തുമേലും കേൾക്കപ്പെട്ട വചനത്തുമേലും കടന്നുപോകുന്ന ജനത്തുമേലും കർത്താവിന്റെ മടയിൽ കൂടിയിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാട് മകത്വം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ വേഗം